സ്വാമിൻ നമസ്തേ നദലോകബന്ധോ കാരുണ്യസിന്ധോ പതിതം ഭവാബ്ധോ മാമുദ്ധരാത്മീയകടാക്ഷദൃഷ്ട്യാ പ്രജ്വാതികാരുണ്യസുധാഭിവൃഷ്ട്യാ ശ്രീഗുരുഭ്യോ നമഃ. സർവത്ര ഗോവിന്ദനാമസങ്കീർത്തനം. ശ്രീമദ് ഭാഗവതം 12 സ്കന്ധം 35 അധ്യായം ശ്ലോകങ്ങളുള്ള ഒരു ഗ്രന്ഥമാണ്. അതിൽ നമ്മളിപ്പോൾ 10ാമത്തെ സ്കന്ധ കഥകളിലാണ് എത്തി നിൽക്കുക. 4.5 വയസ്സ് വരെയുള്ള ഗോകുലലീല, 12 വയസ്സ് വരെ വൃന്ദാവന ലീല, 25 വയസ്സ് വരെ മധുരാലീല, തുറന്ന് ദ്വാരകാലീല. ഈ കഥകളിലൂടെയാണ് നമ്മൾ സഞ്ചരിച്ചിട്ട് എത്തിച്ചേർന്നത്. അതിൽ പല കഥകളും നമ്മൾ മുന്നേ വർഷങ്ങളിൽ പറഞ്ഞത് വിട്ടുപോയിട്ടുണ്ട്, പിന്നെ ഓർത്തെടുക്കുന്നുണ്ട്. അങ്ങനെയൊക്കെയാണല്ലോ മുമ്പോട്ട് പോകുക അല്ലേ. സൂര്യവംശത്തിൽ യുവനാശ്വൻ എന്ന ഒരു രാജാവ് ഉണ്ടായിരുന്നു. എന്താണ് പേര്? യുവനാശ്വൻ. ഇയാൾക്ക് കല്യാണം കഴിഞ്ഞ് കുറേ കാലം കഴിഞ്ഞിട്ടും കുട്ടികളുണ്ടായില്ലെങ്കിൽ എല്ലാവർക്കും വിഷമം തന്നെയാണ്, അദ്ദേഹത്തിനും വിഷമം. യുവനാശ്വൻ പല സ്ഥലത്തും നടക്കും, പലരെയും കാണും, പല വൈദ്യന്മാരെയും ജ്യോതിഷികളെയൊക്കെ കാണും. അവർ പല മരുന്നുകളും മന്ത്രമൊക്കെ പറഞ്ഞു കൊടുക്കും. ഇതെല്ലാം വീട്ടിൽ കൊണ്ടുപോകും. കൂടുതലും കഴിക്കേണ്ടി വരുന്നത് ഇദ്ദേഹത്തിൻ്റെ ഭാര്യയായിരിക്കുമല്ലോ അല്ലേ. അങ്ങനെ പോകെ അവരും മടുത്തിട്ടുണ്ടാവണം. അങ്ങനെ ഇരിക്കെ ഇദ്ദേഹം കാട്ടിലൂടെയൊക്കെ നടന്ന് അങ്കിരസ് ഗോത്രത്തിൽപ്പെട്ട ഒരു ഋഷിയെ കണ്ടുമുട്ടി. അദ്ദേഹം ഈ എന്താ പറയുക, അങ്കിരസ് മഹർഷി നമ്മുടെ യുവനാശ്വന് പല സമാധാനം കൊടുത്തിട്ടും രക്ഷയില്ല. ഒടുവിൽ അദ്ദേഹം ഒരു തീർത്ഥം ജപിച്ചു കൊടുത്തു. ഇത് ഭാര്യയ്ക്ക് കൊണ്ടുപോയി കൊടുത്താലോ യോഗം ഉണ്ടെങ്കിൽ കുട്ടിയുണ്ടാവും. അത്രയല്ലേ പറയാൻ പറ്റുള്ളേ. യോഗം ഉണ്ടെങ്കിൽ കുഞ്ഞുണ്ടാവും. അങ്ങനെ യുവനാശ്വൻ ഇത് കൊണ്ടുപോയിട്ട് ഭാര്യയ്ക്ക് കൊടുത്തു. ഭാര്യ ഒരുപാട് മരുന്ന് കഴിച്ചുകൊണ്ടാവണം, മടുത്തിട്ടുണ്ടാവണം, കുളിച്ച് ശുദ്ധമായിട്ട് കുടിക്കാം എന്ന് പറഞ്ഞു, കഴിക്കാം, അവിടെ ചെയ്യാൻ പറഞ്ഞു വെച്ചു. അങ്ങനെ അവരത് മറന്നും പോയി. അന്ന് രാത്രിയിൽ ഉറക്കത്തിൽ എഴുന്നേറ്റ നമ്മുടെ യുവനാശ്വൻ ദാഹിച്ചപ്പോൾ ഈ വെള്ളം എടുത്ത് കുടിച്ചു. ഏത് വെള്ളം? അതാ ഋഷി ജപിച്ചു കൊടുത്ത വെള്ളം. അങ്ങനെ ഭാര്യയ്ക്ക് ഉണ്ടാവേണ്ടത് ഇപ്പൊ ആർക്കുണ്ടായി? അതാ, പേരൊന്നുമില്ല, അതിന് പേര് വേണമെങ്കിൽ ഇടാന്നുള്ളതേ ഉള്ളൂ അല്ലേ, ആണുങ്ങൾ നടക്കുന്നതിന്. അങ്ങനെ നാണക്കേട് കാരണം വയറ് വെറുത്ത് വന്നു. നാണക്കേട് കാരണം യുവനാശ്വൻ കാട്ടിലലഞ്ഞു നടന്നു. അങ്ങനെ വേദന സഹിക്കാൻ പറ്റാണ്ട് അലഞ്ഞു നടന്ന യുവനാശ്വനെ പഴയ അങ്കിരസ മഹർഷി കണ്ട് ഇയാളുടെ തുട കീറി കുഞ്ഞിനെ പുറത്തെടുത്തു. എന്നിട്ടോ കുട്ടിയെ കൊണ്ടുപോയിക്കൊള്ളാൻ പറഞ്ഞു. പണ്ട് സർജറിയൊക്കെ വശമുള്ളവരായിരുന്നു നമ്മുടെ ഋഷിമാരെ. അപ്പം അങ്ങനെ യുവനാശ്വന് ഈ കുഞ്ഞിനെ കാട്ടിൽ കളഞ്ഞിട്ട് പോകുന്നു. ഇതിനെ കൊണ്ട് ചെന്ന് കഴിഞ്ഞാൽ ഇത് ആരുടെ കുട്ടിയാണെന്ന് ആൾക്കാർ ചോദിച്ചാൽ മോശമല്ലേ. അതുകൊണ്ടാണ് ഈ സ്റ്റിച്ചിട്ടത് വേണമെങ്കിൽ മുണ്ട് കയറ്റി കൊടുത്തൊക്കെ മറയ്ക്കാം, മറ്റത് തന്നെ ചെയ്യില്ലേ, കുഞ്ഞിനെ തന്നെ ചെയ്യും. അതാണ്. അതിന് യുവനാശ്വൻ കുഞ്ഞിനെ കാട്ടിൽ കളഞ്ഞിട്ട് വന്നു. കുഞ്ഞോ വിശന്ന് വരഞ്ഞ് കാട്ടിൽ കിടന്നിട്ട് കരയും. അപ്പോഴാണ് ദേവേന്ദ്രൻ സ്വർഗത്ത് നിന്ന് ഇടയ്ക്കിടയ്ക്ക് നാട്ടിൽ വരും. അങ്ങനെ ദേവേന്ദ്രൻ അലഞ്ഞു വരുമ്പോഴാണ് താഴെ കുഞ്ഞ് കരയുന്നത് കണ്ടത്. വിശന്നിട്ടാണ്. അപ്പോൾ ദേവേന്ദ്രൻ കുട്ടികൾ കരയുന്നത് കണ്ടാൽ എല്ലാവർക്കും വിഷമം തന്നെയാണ്. ദേവേന്ദ്രനും വിഷമായി. അദ്ദേഹം താഴെ വന്ന് നോക്കിയപ്പോൾ പല പരിപാടി ചെയ്ത് നോക്കി ഇതിൻ്റെ കരച്ചിൽ നിർത്താനായിട്ട്. ഒന്നാമത് ദേവന്മാർക്ക് പൊതുവെ വിശപ്പും ദാഹമൊന്നും ഇല്ല, അവർക്കത് മനസ്സിലാവുക തന്നെ ഇല്ല. പിന്നെ മനുഷ്യർ പറഞ്ഞു കേട്ടിട്ടുണ്ട് വിശക്കുന്നു എന്ന്, അല്ലാതെ ഇതുങ്ങൾ എന്ത് കേട്ടിട്ടില്ല? വിശപ്പും ദാഹമൊന്നും അവർക്കില്ല. വേണമെങ്കിൽ ഇഷ്ടമുണ്ടെങ്കിൽ ഭക്ഷണം കഴിക്കാം, അത്രേ ഉള്ളൂ. ദേവേന്ദ്രൻ ഇങ്ങനെ മാലയൊക്കെ കിലുക്കിയൊക്കെ കാണിച്ചല്ലേ, വളയൊക്കെ കിലുക്കിയും ഒക്കെ ആരെ കാണിച്ച് കുഞ്ഞിനെ. ഇതൊന്നും കണ്ടിട്ട് കുഞ്ഞ് കരച്ചിൽ നിർത്തുന്നില്ല. ഒടുവിലാണ് അദ്ദേഹത്തിന് മനസ്സിലായത് മനുഷ്യർ പറഞ്ഞ വിശപ്പായിരിക്കും കാര്യം. അങ്ങനെ അദ്ദേഹം അമൃത വിരലിൽ മുക്കി കുഞ്ഞിൻ്റെ വായിൽ വെച്ച് കൊടുത്തു. ഇപ്പോൾ കുഞ്ഞ് കരച്ചിൽ നിർത്തി. പക്ഷെ ഇപ്പോൾ കുഴപ്പമായി. ദേവേന്ദ്രന് പോകാൻ വയ്യ. കൈയെടുത്താൽ ഇത് നിലവിളി തുടങ്ങും. ആര്? ദേവേന്ദ്രന് ഒത്തിരി തിരക്കൊണ്ട് പോയിട്ടേ. അതുകൊണ്ട് ആയിക്കോട്ടെ. ഒന്നാമത് ദേവന്മാർ ഭൂമിയിലെത്തിയാൽ ഭൂമിയിൽ തൊടില്ല, ഒരിത്തിരി പൊങ്ങിയിട്ടേ നിൽക്കുകയുള്ളൂ. ഒരടി പൊക്കത്തിൽ ഇത്തിരി പതുത്തുണ്ട് ഭൂമിക്ക്. ഭൂമി മോശമാണ്, അതുകൊണ്ട് അവരെവിടെ ചവിട്ടില്ല. ഇത് എത്ര നേരം ഇങ്ങനെ കുത്തിയിരിക്കുന്നില്ല, കുഞ്ഞിൻ്റെ അടുത്ത് വന്നിട്ട് പൊങ്ങി നിൽക്കുകയും വേണം. അയാൾ മടുത്തിട്ടുണ്ടാവണം. അയാൾ ഒടുവിൽ അമൃത് മുക്കിയ കുഞ്ഞിൻ്റെ വലത് കൈയുടെ തള്ളവരല് കുഞ്ഞിൻ്റെ വായിൽ വെച്ച് കൊടുത്തു. കുഞ്ഞിൻ്റെ വലത് കൈയുടെ തള്ളവരൽ എന്ത് മുക്കി? അമൃത് മുക്കിയിട്ട് അതിലൊടുത്തി. അപ്പോൾ കുഞ്ഞ് കരച്ചിൽ നിർത്തി. അന്ന് മുതലാണ് നമ്മുടെ കുട്ടികൾ എന്ത് പരിപാടി തുടങ്ങിയത്? അതാ ഇയാളെ പഠിപ്പിച്ചിട്ട് പോയതാണ്.
ഇപ്പോൾ അമൃതിൻ്റെയും കൂടി ശക്തിയായി കഴിഞ്ഞപ്പോൾ കുട്ടി കരുത്തനായിട്ട് വളർന്നു വന്നു, അതിശക്തനായിട്ട് വളർന്നു വന്നു. കാട്ടിലതിന് സുഖമായിട്ട് കഴിയാൻ ശത്രുക്കളൊന്നും ഇല്ല. അങ്ങനെ വളർന്നു വന്നത്രേ. കുറച്ച് മുതിർന്നു കഴിഞ്ഞപ്പോൾ നമ്മുടെ യുവനാശൻ അറിഞ്ഞു കാട്ടിലെ അത്ഭുത ബാലൻ എൻ്റെ മകനാണെന്ന് അറിഞ്ഞിട്ട്, അത്ഭുത ബാലൻ എന്നൊക്കെയാണ് ഭാഗവതത്തിൽ പറഞ്ഞത്. പിന്നീടാണ് നമ്മൾ ഈ ഭാഗവതം കുറെ കാലം കഴിഞ്ഞിട്ടാണ് ഞാൻ വായിച്ചത് തന്നെ. അപ്പോഴാണ് നമ്മൾ മൗഗളിയുടെ കഥ ഓർത്തത്. അതും ഭാഗവതത്തിലുണ്ടത്രേ. ഏതുകൊണ്ട്? അതാണ്. അതുകൊണ്ടാണ് വ്യാസോച്ഛിഷ്ടം എന്ന് പറയുന്നത്, ജഗത് സർവം. വ്യാസൻ പറയാത്തതായിട്ടൊന്നും ഇല്ല അത്രേ, എല്ലാം ഇവിടെയുണ്ട്, ഇതിനകത്തുണ്ട്. അങ്ങനെ യുവനാശൻ ദേവേന്ദ്രൻ ഈ കുട്ടിയോട് പറഞ്ഞത് ഞാൻ രക്ഷിക്കാം, ഞാൻ സഹായിക്കാം എന്നൊക്കെയാണ്. അതിന് കുഞ്ഞിന് മാന്ധാതാവ് എന്ന് പേര്. മാന്ധാതാവ് യുവനാശന് ശേഷം നാട് ഭരിക്കുന്നു, ചക്രവർത്തിയായിട്ട് തീർന്നു മാന്ധാത. അങ്ങനെ ഭരിക്കുന്ന സമയത്ത് വിവാഹം കഴിച്ചു അദ്ദേഹം. ഭൂമി മുഴുവനും ഒറ്റയ്ക്ക് ഭരിച്ചു. അദ്ദേഹത്തിന് 50 പെണ്ണും 3 ആൺമക്കളും ഉണ്ടായി. ഭാര്യയിൽ 50 പെണ്ണും 3 ആണും. പുരുകുത്സൻ, മുചുകുന്ദൻ, അംബരീഷൻ, അങ്ങനെ 3 ആൺമക്കൾ. പുരുകുത്സനും മുചുകുന്ദനും അംബരീഷനും. അങ്ങനെ 3 ആൺമക്കളാണ് ആർക്കുണ്ടായത്? നമ്മുടെ മാന്ധാതാവിന് ഉണ്ടായത്. അതിൽ ഈ മുചുകുന്ദൻ അയാള് മുതിർന്നു കഴിഞ്ഞ് നല്ല സമർത്ഥനായ സൈന്യാധിപനും കൂടിയാണ്. ദേവേന്ദ്രൻ മുചുകുന്ദനെ ദേവലോകത്തേക്ക് കൊണ്ടുപോയി യുദ്ധത്തിൽ സഹായിക്കാനാണ്. ദേവന്മാർക്ക് ചെയ്യാൻ പറ്റാത്ത പല കാര്യങ്ങളും മനുഷ്യർക്ക് ചെയ്യാം. അതുകൊണ്ട് ദേവേന്ദ്രൻ എന്ത് ചെയ്യും? ഇടയ്ക്കിടയ്ക്ക് സൂര്യവംശ രാജാക്കന്മാരെ അങ്ങോട്ട് കൊണ്ടുപോകും. ശിബി, ദിലീപൻ തുടങ്ങിയവർ പോയിട്ടുണ്ട്. ഖട്ടുവാങ്കൻ പോയിട്ടുണ്ട്. ഖട്ടുവാങ്കൻ ദേവലോകത്ത് ദേവന്മാരെയൊക്കെ സഹായിച്ച് കഴിയുന്ന സമയത്താണ് അവിടെ പെട്ടെന്നൊരു ദിവസം ഈ ഖട്ടുവാങ്കനോട് ദേവന്മാരെ വിളിച്ചിട്ട് പറഞ്ഞു, തനിക്കിനി 2 നാഴിക, ഒരു മുഹൂർത്തമേ ജീവിതമുള്ളൂ. 48 മിനിറ്റാണ്. 48 മിനിറ്റ് ജീവിതമുള്ളൂ. അപ്പം എന്താണ് പ്രശ്നം? ഇവിടെ ഭയങ്കര തമാശ നടക്കുന്നുണ്ടോ? ഖട്ടുവാങ്കൻ ദേവന്മാരോട് പറഞ്ഞത്, എന്നെ വളരെ വേഗം ഭൂമിയിൽ ഭാരതത്തിൽ കൊണ്ടുവയ്ക്കൂ എന്നാണ് പറഞ്ഞത്. അങ്ങനെ ഭാരതത്തിലെത്തി ആർക്ക് മുക്തി ലഭിച്ചു? അതായത് പണ്ട് ദേവന്മാർ പോലും കൊതിച്ചിരുന്ന പ്രദേശമാണേത്? നമ്മുടെ ഭാരതം. ജ്ഞാനപ്പാലയിൽ ഭാരത മഹിമ പറയുന്നുണ്ടല്ലേ. മറ്റു ഖണ്ഡങ്ങൾ 8-ലുമുള്ളവരും മുക്തി തങ്ങൾക്ക് സാധ്യമല്ലായകയാൽ കലികാലത്തെ ഭാരതഖണ്ഡത്തെ കലിത ആദരം കൈവണങ്ങിയിടുന്നു. അവിടെ ഭാരതത്തിൻ്റെ മഹത്വവും ഖട്ടുവാങ്കൻ്റെ കഥയും പറയുന്നുണ്ട്. ദേവലോകത്തിരുന്നാൽ മുക്തി കിട്ടില്ല എന്നാർക്കറിയാം? അത് ഭോഗഭൂമിയാണ്, സുഖം അനുഭവിക്കാനുള്ള പ്രദേശം, അത്രേ ഉള്ളൂ ദേവലോകം. നരകം എന്ന് വെച്ചാലോ ദുഃഖം, പ്രശ്നങ്ങൾ അനുഭവിക്കാനുള്ള സ്ഥലം. അപ്പം അവിടെ ഇരുന്നിട്ട് എന്ത് പറ്റില്ല? പുതിയ കർമ്മം ചെയ്ത് ഫലം ഉണ്ടാക്കാൻ പറ്റില്ല. അതിനിവിടെ വരണം. കർമ്മഭൂമി ഇവിടെയാണ്. അതുകൊണ്ട് അദ്ദേഹം ഭൂമിയിലെത്തിക്കാൻ പറഞ്ഞു, അതും ഭാരതത്തിലെത്തിക്കാൻ പറഞ്ഞത്രേ. അതിനെ ഖട്ടുവാങ്കൻ പോയിട്ടുണ്ട്. അങ്ങനെയാണ് നമ്മുടെ ആരെ കൊണ്ടുപോയത്? മുചുകുന്ദനെ കൊണ്ടുപോയത്. മുചുകുന്ദൻ ദേവന്മാരെയൊക്കെ സഹായിച്ച് അവിടെ കഴിയുന്ന സമയത്ത് അപ്രതീക്ഷിതമായിട്ട് മുരുകൻ സുബ്രഹ്മണ്യൻ ജനിച്ചു. സുബ്രഹ്മണ്യൻ ആരാണ്? ദേവസൈന്യാധിപനാണ്. ജനിച്ച 7ാമത്തെ ദിവസം ശൂലമൊക്കെ ആയിട്ട് ചാടി വന്നയാളാണ് അല്ലേ, യുദ്ധത്തിന് തയ്യാറാണ് അദ്ദേഹം. അതുകൊണ്ട് മുചുകുന്ദനോട് ദേവന്മാർ പറഞ്ഞു, താനിനി പൊയ്ക്കോളാൻ. ദേവന്മാർ വളരെ സ്വാർത്ഥരാണ്, അവരുടെ കാര്യം കഴിഞ്ഞാൽ കഴിഞ്ഞു. മുചുകുന്ദനോട് എന്ത് പറഞ്ഞു? ഇനി പൊയ്ക്കോളാൻ. അപ്പം മുചുകുന്ദൻ നോക്കിയപ്പോൾ എന്താണ്? ഭൂമിയിലെയും സ്വർഗത്തിലെയും സമയത്തിന് വ്യത്യാസമുണ്ട്. ഏതാണ്ട് ഭൂമിയിലെ 1 വർഷം അവിടെ 3060 വർഷം മറ്റാണ് തോന്നുന്നത്. അപ്പോൾ ഒരുപാട് കാലം വ്യത്യാസമുണ്ട്. ഇനി ഇങ്ങോട്ട് വന്നാൽ എന്തില്ല? തൻ്റെ നാടും നാട്ടുകാരും ഒന്നും ഇല്ല. ദേവലോകത്തു നിന്നൊക്കെ ട്രോഫി കിട്ടി എന്നും പറഞ്ഞ് ഇവിടെ വന്ന് കാണിക്കാൻ ആരെങ്കിലും വേണ്ടേ അല്ലേ? നമുക്ക് എവിടുന്നെങ്കിലും ഒരു സമ്മാനം കിട്ടിയെന്നിരിക്കട്ടെ, അത് നമുക്ക് പ്രിയപ്പെട്ടവരെ ഒക്കെ കാണിക്കുമ്പോഴാണല്ലോ അതിനൊരു ഗൗരവം ഉണ്ടാവുക അല്ലേ? അല്ലെങ്കിൽ ഇത്രയുള്ള ട്രോഫി കിട്ടിയെന്നും പറഞ്ഞ് കോട്ടയൻ്റെ അവിടെ കൂടെ അത് പൊക്കി പിടിച്ച് ഓടിയിട്ട് ഇപ്പോൾ എന്ത് കാര്യം? അവിടെ കഥയൊന്നുമില്ല. ആരെ കാണിക്കണം? നമുക്കിഷ്ടപ്പെട്ടവരെ, അമ്മ, അച്ഛൻ, അല്ലെങ്കിൽ സഹോദരങ്ങളെ ഒക്കെ കാണിക്കണം അല്ലെ? അവിടുന്ന് ഷീൽഡ് കിട്ടിയെന്നും പറഞ്ഞ് ഇങ്ങോട്ട് വന്നാൽ കാണിക്കാൻ ആരും ഇല്ല. ആർക്ക്? മുചുകുന്ദന്. അതുകൊണ്ട് അയാൾ പറഞ്ഞു, എന്നാൽ എനിക്ക് മുക്തി തന്നേക്കാൻ പറഞ്ഞു. അതേമാരെ പറഞ്ഞു, അങ്ങനെ കൊടുക്കാൻ പറ്റുന്നതല്ല ഇത് മുക്തി. നമുക്ക് മനസ്സിലായി, അവനവനായിട്ട് അറിഞ്ഞ് ഉറപ്പിക്കേണ്ടതാണ് ഞാൻ മുക്തനാണ് എന്നത്. കൊടുക്കാൻ പറ്റില്ല. പിന്നെന്ത് ചെയ്യും? എന്നാൽ മുക്തി കിട്ടും വരെ ഞാൻ ഉറങ്ങാൻ തീരുമാനിച്ചു. അത് തരാമോ? തരാം. അതെല്ലാവർക്കും കൊടുക്കാം അല്ലേ? മുക്തി കിട്ടും വരെ എന്ത് ചെയ്യാം? അപ്പോൾ ദേവന്മാരെന്ത് കൊടുത്തു? ഉറക്കം വരമായിട്ട് കൊടുത്തു. അങ്ങനെയാണ് മുചുകുന്ദൻ
ഈ ദ്വാരകയ്ക്ക് അടുത്ത് ഒരു ഗുഹയിൽ ഉറങ്ങാൻ തീരുമാനിച്ചു. ഗുഹയുടെ പുറത്തൊരു ബോർഡും എഴുതി വെച്ചു, ഞാൻ മുജുകുന്ദൻ ഈ ഗുഹയിൽ കിടന്ന് ഉറങ്ങുന്നുണ്ട്, ആ സമയത്ത് ആരെങ്കിലും എന്നെ വിളിച്ചുണർത്തിയാൽ അവർ ഭസ്മമായിട്ട് പോകും. ബോർഡും എഴുതി വെച്ചിട്ട് മുജുകുന്ദൻ എവിടെ കിടന്നു? ഗുഹയ്ക്കകത്ത് കിടന്നു. ആ സമയത്താണ് കുശസ്ഥലി പുതുക്കി നിർമ്മിച്ച് ദ്വാരകയാക്കി മാറ്റി ഭഗവാനും കൂട്ടരും താമസം അങ്ങോട്ടാക്കിയത്. ഈ മുജുകുന്ദൻ കിടന്നുറങ്ങാണ് ഗുഹയ്ക്കകത്ത്. ഒരു ദിവസം ഭഗവാൻ ദ്വാരകയിലെത്തി. അധികം നാളായില്ല. ഒരു സന്ധ്യാസമയത്ത് ദ്വാരകയ്ക്ക് പുറത്ത് ഗോപുരവാദത്തിൽ ചെരുപ്പൊന്നും ഇടാതെ, അതാണ് മാലയൊന്നും എടുക്കാണ്ട്, ചിലപ്പോൾ അങ്ങനെയൊക്കെ ഉണ്ടല്ലോ അല്ലേ, പ്രത്യേകിച്ച് മുദ്രകളൊന്നും ഇല്ലാതെ ഭഗവാൻ നിൽക്കുകയാണ്. പത്മമാലി നിരായുധ, താമരപ്പുമാലുണ്ട്, ആയുധങ്ങളൊന്നും ഇല്ലാണ്ട് നിൽക്കുമ്പോഴാണ് നാരദൻ കാലയവനൻ എന്ന ഒരാളെ ഭഗവാന്റെ അടുത്തേക്ക് പറഞ്ഞു വിട്ടു. കാലയവനൻ എന്നാണ് പേര്. ഇയാള് കൃഷ്ണനെ അന്വേഷിച്ച് വന്നതാണ്. കൃഷ്ണനെ കണ്ടപ്പോൾ അടുത്തോട്ട് ചെന്നു. പക്ഷെ ഭഗവാൻ ഓടാനും തുടങ്ങി. അത് നാരദൻ പറഞ്ഞിട്ട് ഓടുന്ന കാര്യം ഇയാൾ പുറകെ ഓടി. അങ്ങനെ പ്രപഞ്ചം മുഴുവനും ഓടി. ആര്? ഭഗവാൻ. പിറ്റേ ദിവസം ഉച്ചവരെ ഓടി തോന്നു. അങ്ങനെ ഇയാളും പുറകെ ഓടി. ആര്? കാലയവനൻ പുറകെ ഓടി. ഓടി ഓടി ഭഗവാൻ തിരിച്ച് ദ്വാരകയിൽ തന്നെ വന്ന് നമ്മളിപ്പൊ പറഞ്ഞ ഗുഹയ്ക്കകത്തേക്ക് ഓടിക്കയറി. ഏത് പറഞ്ഞത്? ആരവിടെ കിടന്നുറങ്ങുന്നുണ്ട്? മുജുകുന്ദൻ കിടന്നുറങ്ങുന്ന ഗുഹയ്ക്കകത്തേക്ക് ഓടിക്കയറി. ഇതാണ് ഉണ്ടായത്. പുറകെ ആരും കയറി? അയക്കിപ്പം അങ്ങനൊന്നും ഇല്ലല്ലേ, അയാൾ പുറകെ ഓടിക്കയറി. അപ്പോഴാണ് ഈ നല്ല പ്രകാശത്തിൽ നിന്ന് ഇരുട്ടത്തേക്ക് വരുമ്പോൾ എന്താണ്? ഒന്നും കാണില്ല അല്ലേ, നല്ല പ്രകാശമാണ് പുറത്ത്. അതിലൊന്ന് അകത്തോട്ട് കയറിയപ്പോൾ ഒന്നും കണ്ടില്ല. അതിങ്ങനെ തെളിഞ്ഞു വരുമ്പോൾ കാണാം ഒരാൾ കിടന്നുറങ്ങുന്നുണ്ട്. ഇയാൾ വിചാരിച്ചത് കൃഷ്ണനാണ് ഉറങ്ങുന്നതെന്നാണ് കരുതിയത്. യവനൻ വിചാരിച്ചത് അയാള് ഈ രാജ്യം മുഴുവൻ എന്നെ ഇട്ട് ഓടിച്ചിട്ട് ഇവിടെ വന്ന് സുഖമായിട്ട് കിടക്കുകയല്ലേ എന്ന് കരുതി ഒരു ചവിട്ട് കൊടുത്തതോടെ മുജുകുന്ദൻ ഉണരുകയും കാലയവനൻ ഭസ്മമായിട്ട് പോവുകയും ചെയ്തു. അപ്പോഴാണ് കൃഷ്ണൻ മറഞ്ഞിരുന്ന ഒരു തൂണിൻ്റെ പുറകിൽ മുറിയിൽ ഗുഹയിൽ പുറത്തു വന്നത്. നല്ല നീലപ്രകാശം ഗുഹയിൽ നിറയെ. മുജുകുന്ദൻ നോക്കിയപ്പോൾ കൃഷ്ണനെ കണ്ടു. തൊട്ടു മുമ്പിൽ ഭഗവാനെ കണ്ടിട്ടും ഈ പാവത്തിന് മനസ്സിലായില്ല. ആർക്ക് മനസ്സിലായില്ല? അവിടെ അയാൾ ചോദിക്കുകയും ചെയ്യുന്നുണ്ട്, കോ ഭവാനഹ സംപ്രാപ്തോ വിപിനെ ഗിരിഗഹ്വരെ. ഈ ഇരുട്ടത്ത് ഗുഹയ്ക്കകത്ത് വന്ന ഭവാൻ കഹ, അങ്ങ് ആരാണ് എന്ന് കൃഷ്ണനോട് ചോദിച്ചു. അപ്പൊ തൊട്ടടുത്ത് വന്നിട്ടും മുജുകുന്ദൻ ആരെ മനസ്സിലായില്ല? മനസ്സിലാവുന്നുണ്ടല്ലോ. എന്നിട്ട് നമുക്ക് മനസ്സിലാവുമോ? അതാണ് കാര്യം. മുജുകുന്ദന് മനസ്സിലായില്ല എന്നുള്ളത് ഇരിക്കട്ടെ. എന്നാലും നമ്മൾ ചോദിച്ചാൽ ഏത് രൂപത്തിൽ വന്നാൽ ഭഗവാനെ മനസ്സിലാകും എന്ന്. നമുക്കും പിടികിട്ടില്ല. ആരെ പിടികിട്ടുന്നില്ല? ഭഗവാനെ. പിന്നെ ചില സൂചനകളൊക്കെ തരും ചില ഋഷീശ്വരന്മാരല്ലേ, അത്രേ ഉള്ളൂ. അപ്പം അതുകൊണ്ട് ഭഗവാനെ വ്യക്തമാക്കേണ്ടി വന്നു ഞാൻ ആരാണെന്നുള്ളത്. ഞാൻ ദേവകി വസുദേവന്മാരുടെ മകനായിട്ട് ജനിച്ചതാണ്. അവതീർണോ യദുകുലേ, യദുകുലത്തിൽ അവതരിച്ച ആളാണ് എന്ന് മാത്രമല്ല ഇവിടെ ഇപ്പൊ വന്നത് അങ്ങേ അനുഗ്രഹിക്കാനാണ്. അതുകൂടെ പറയുന്നുണ്ട്. സോഹം തവ അനുഗ്രഹാർത്ഥം ഗുഹാമേതാമുപാഗത. ഏതാം ഗുഹാമുപാഗത. ഈ ഗുഹയിൽ ഞാൻ വന്നത് അനുഗ്രഹാർത്ഥം. ആരെ അനുഗ്രഹിക്കാൻ? നിന്നെ. സ അനുഗ്രഹാർത്ഥം, നിന്നെ അനുഗ്രഹിക്കാനായിട്ടാണ്. എന്നിട്ട് ഭഗവാൻ തന്നെ പറയാണ്, ത്വയാ അഹം ഭക്തവത്സല. നിന്നെ അനുഗ്രഹിക്കാനായിട്ട് വന്ന ഞാനാണ്. ഞാൻ ഭക്തവത്സലനാണ്. അതുകൊണ്ട് വരാൻ വൃണേശ്വരാജർഷേ, എന്ത് വരം വേണമെങ്കിലും സ്വീകരിക്കാം. സർവാൻ കാമാൻ ദദാമിതേ. സർവ എളുപ്പം മനസ്സിലാവും അല്ലേ? സകല ആഗ്രഹങ്ങളും ഞാൻ സാധിച്ചു തരാം. എന്നിട്ട് ഭഗവാന്റെ ഒരു വാഗ്ദാനം കൂടെ എവിടെയുണ്ട്. മാം പ്രപന്നോ ജനകശ്ചിത് ന ഭൂയോർഹതി ശോചിതും. എന്നെ പ്രാപിക്കുന്ന ജനങ്ങൾ ദുഃഖിക്കാൻ ഇടവില്ല. ദശമസ്കന്ധത്തിലെ 51-ാമത്തെ അധ്യായമാണ് മുജുകുന്ദനെ കുറിച്ച് പറയാം. രുക്മിണീശ്വരത്തിന്റെ തൊട്ട് മുമ്പാണ് പറയാം. അപ്പൊ അങ്ങനെ എന്നെ പ്രാപിക്കുന്ന ജനങ്ങൾ ദുഃഖിക്കാൻ ഇടവരില്ല. കൃഷ്ണസ്വാമി ക്ഷേത്രത്തിൽ പോയാൽ അവിടെ വാതിൽക്കൽ തന്നെ എഴുതി വെച്ചിട്ടുണ്ട്, കണ്ടിട്ടുണ്ടല്ലോ അല്ലെ? എന്നുവെച്ചാൽ എന്താണ്? എന്റെ ഭക്തന് ഇതിലൊരു വാഗ്ദാനമാണ്, ഭഗവാൻ തന്നെ കൊടുക്കുന്നതാണ്. അതേപോലെ ഭഗവാൻ നമുക്ക് തരുന്ന ഒരു വാഗ്ദാനമാണ്. ഇത് ജൂതനാണ് കൊടുത്തതെങ്കിലും നമുക്കെല്ലാവർക്കും വേണ്ടിയിട്ടാണ്. എന്താണ് ഇപ്പൊ പറഞ്ഞത്? മാം പ്രപന്നഹ ജനഹ, എന്നെ പ്രാപിക്കുന്ന ജനങ്ങൾ ദുഃഖിക്കാൻ ഇടവരില്ല. അതും പറഞ്ഞു വെച്ചു. ഇതൊക്കെ നമ്മള് ഈ തത്വമസി, അഹം ബ്രഹ്മാസ്മി ഇതൊക്കെ പഠിക്കുന്നത് പോലെ പഠിച്ചു വെക്കേണ്ടതാണ്. മാം പ്രപന്നോ ജനകശ്ചിത് ന ഭൂയോർഹതി ശോചിതും. 51-ാമത്തെ അധ്യായത്തിന്റെ 44-ാമത്തെ ശ്ലോകമാണ് പറഞ്ഞത്.
ഇത്യുക്തസ്തം പ്രണമ്യാഹ മുചുകുന്ദോ മുദാന്വിത ജ്ഞാത്വാ നാരായണം ദേവം ഗർഗവാക്യമനുസ്മരൻ. ഗർഗന്റെ വാക്യം ഓർത്തു. കൃഷ്ണൻ ജനിച്ച സമയത്ത് ഗർഗമഹർഷി നാമകരണ സമയത്ത് ഗർഗമഹർഷി ഭഗവാന്റെ മഹത്വം ഗോപന്മാർക്ക് വസുദേവർക്ക് നന്ദഗോപർക്ക് പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. അപ്പൊ അത് പിന്നെയും വ്യക്തമാക്കുന്നുണ്ട്. ഈ നന്ദഗോപരെ കാണാതെ പോകുന്ന ഒരു കഥ നമ്മൾ ഇന്നലെ പറഞ്ഞാണ് അല്ലേ? ആ സമയത്ത് ഈ ഭഗവാൻ ആരാണെന്നുള്ളത് ഗർഗമഹർഷി പറഞ്ഞതുപോലെ തന്നെ നന്ദഗോപർ ആർക്ക് പറഞ്ഞു കൊടുത്തു? ഗോപന്മാർക്ക് പറഞ്ഞു കൊടുത്തതാണ്. അതിവിടെ ഒന്നുകൂടെ ഓർത്തെടുക്കുകയാണ്. ഗർഗവാക്യം അനുസ്മരൻ. ഗർഗമഹർഷി പറഞ്ഞത് ഓർത്തു. അതായത് കൃഷ്ണൻ ഭഗവാൻ തന്നെ എന്നിപ്പോൾ ആരോർത്തു എന്നാണ് പറഞ്ഞു വരുന്നത്? മുചുകുന്ദൻ മനസ്സിലായി. എന്നിട്ട് മുചുകുന്ദൻ ഭഗവാനെ സ്തുതിക്കുകയും അതാണ് പിന്നീട് 46 മുതലുള്ള ശ്ലോകങ്ങളിൽ കാണുക. ഭാഗവതത്തില് ഭക്തിയും ജ്ഞാനവും വൈരാഗ്യവും മാറി മാറി പ്രകടമാകുന്ന കഥകൾ പറയും. ഈ 10ാമത്തെ സ്കന്ധത്തിന്റെ 2ാമത്തെ ഭാഗം എത്തിക്കഴിയുമ്പോൾ നമ്മൾ ഒന്ന് മുചുകുന്ദന്റെ സ്തുതിയുണ്ട്, പിന്നെ ഒന്ന് ഭഗവാനും രുക്മിണീ ദേവിയും തമ്മിലുള്ള ഒരു കലഹത്തെ കുറിച്ചിട്ട് പറയും, പിന്നെ സുധാമചരിതം കുചേലന്റെ കഥയും പറയും. ഇത് കുചേലന്റെ കഥ പറയുന്നത് ഒരു ഭക്തി പ്രകരണമാണ്. ഒരു ഭക്തൻ എങ്ങനെയായിരിക്കണം ഭഗവാനെ സമീപിക്കേണ്ടത്, അതാണ് ആര് കാണിച്ചു തരിക? സുധാമാവ് കാണിച്ചു തരിക. നമ്മൾ 2ാമത്തെ അധ്യായത്തില്, അതായത് ഭാഗവതത്തിൽ തന്നെ 2ാമത്തെ അധ്യായത്തില് ഭഗവാന്റെ ഒരു വാഗ്ദാനമുണ്ട്. എന്താണ് ഒരു മനുഷ്യന്റെ അങ്ങേയറ്റത്തെ ലക്ഷ്യം? ഭക്തി ഉണ്ടാവുക എന്നതാണ് ലക്ഷ്യം. ആ ഭക്തി എങ്ങനെയാവണം? അഹൈതുകിയാവണം, അപ്രതിഹതമാവണം. ഇതൊക്കെ കഴിഞ്ഞ വർഷമൊക്കെ പറഞ്ഞാണ് നമ്മൾ. അപ്രതിഹതം എന്ന് വെച്ചാൽ എന്താണ്? ഒരു ഇഷ്ടദൈവത്തെ തിരഞ്ഞെടുക്കുക, അതിലേക്ക് ഇടതടവില്ലാതെ മനസ്സ് പ്രവഹിക്കുക. അതാണ് ഒരു തരത്തിൽ ഭക്തി. നമുക്കെല്ലാവർക്കും എന്തുണ്ടാവണം? ഒരു ദേവതാ രൂപം ഉണ്ടാവണം. അത് ആഴ്ചയ്ക്കോ മാസത്തിനോ സീസണിനോ ഒന്നും അനുസരിച്ചിട്ട് മാറിപ്പോകരുത്. നമ്മൾ പറഞ്ഞാണല്ലോ അല്ലേ? പിന്നെ വൃശ്ചികമാകുമ്പോൾ ഒരേ ശരണം വിളി, ഇനിയിപ്പോൾ നവരാത്രി വരുമ്പോഴോ അതാ അങ്ങനെ മാറരുതെന്നാണ് പറഞ്ഞത്. എപ്പോൾ ധ്യാനിക്കാതിരുന്നാലും ഒരേ രൂപത്തിൽ ധ്യാനിക്കുക. കാരണം എല്ലാ രൂപവും ആരുടെ രൂപം തന്നെയാണ്? ഭഗവാന്റെ രൂപം. അതിൻ്റെ രൂപം ഒരു പ്രശ്നമല്ല. ഒരു കൃഷ്ണനെ ഇഷ്ടമുള്ളയാള്, കൃഷ്ണനെ ഇഷ്ടദൈവമായിട്ട് തിരഞ്ഞെടുത്തിയ ആള് തിങ്കളാഴ്ച ദിവസം ശിവന്റെ അമ്പലത്തിൽ പോയി, ഒരു കുഴപ്പമില്ല, പൊയ്ക്കോട്ടെ, തൊഴുതോട്ടെ, പ്രദക്ഷിണം വെച്ചോട്ടെ. ഇതെല്ലാം കഴിഞ്ഞ് ഇത്തിരി സമയം മിച്ചമുണ്ട് എന്ന് കണ്ടാൽ അവിടെ എവിടെയെങ്കിലും ഇരുന്നിട്ട് ധ്യാനിക്കാം. ധ്യാനിക്കുമ്പോൾ അയാൾ ആരെ ധ്യാനിക്കണം? കൃഷ്ണനെ. അയാളുടെ ഇഷ്ടരൂപത്തിൽ ധ്യാനിക്കണം. അതുപോലെ തിരിച്ചും ഇനിയിപ്പോൾ അങ്ങനെ ശിവന്റെ അമ്പലത്തിലിരുന്ന് കൃഷ്ണനെ ധ്യാനിച്ചു കഴിഞ്ഞാൽ കൃഷ്ണൻ വടിയെടുത്തിട്ട് വരുമോ? അതില്ല. കാരണം എന്താണ്? ഇത് ഒറ്റ വസ്തുവുള്ളൂ, നമുക്കാണ് പലതുണ്ടെന്നുള്ള തോന്നൽ. കിട്ടുന്നുണ്ടല്ലേ? അതിന് നമ്മൾ പലതും പറയും. ഒരു ശിവഭക്തൻ അയാളുടെ ഭക്തി, വിശ്വാസം, ശ്രദ്ധയിലൂടെ മുന്നോട്ട് പോയി ഒടുവില് കൈലാസത്തിലെത്തി. എവിടെ എത്തി? ആരെത്തി? ശിവഭക്തൻ. അതേപോലെ ഒരു വിഷ്ണുഭക്തൻ അയാളുടെ ഭക്തി, ശ്രദ്ധ, വിശ്വാസം അതിലൂടെ മുമ്പോട്ട് പോയി വൈകുണ്ഠത്തിലെത്തി. എവിടെ എത്തി? ആരെത്തി? വിഷ്ണുഭക്തൻ. അവിടെ ചെന്നപ്പോൾ രണ്ടുപേരും ഒരു സ്ഥലത്താണ്. എവിടെ ചെന്നപ്പോൾ പ്രത്യേകിച്ചൊരു വൈകുണ്ഠവും ഇല്ല, പ്രത്യേകിച്ചൊരു കൈലാസവും ഇല്ല. ഇവിടെയേ ഉള്ളൂ വ്യത്യാസമൊക്കെ. ഇത് മനസ്സിലാവുന്നുണ്ടല്ലോ അല്ലേ? ഇതൊക്കെ നമ്മൾ അറിഞ്ഞുറപ്പിക്കേണ്ടതാണ്. അതുകൊണ്ടാണ് പറഞ്ഞത്, ധ്യാനിക്കാനായിട്ട് നമ്മളൊരു രൂപം തിരഞ്ഞെടുക്കുന്നു, അത് മാറുകയും ചെയ്യരുത്. അത്രയും എപ്പോൾ ധ്യാനിക്കാതിരുന്നാലും ഒരേ രൂപത്തിൽ ധ്യാനിക്കുക. അതുകൊണ്ടാണ് പണ്ടുള്ളവര് പെട്ടെന്ന് അജാമനന്റെ കഥ പറയുമ്പോൾ പറഞ്ഞതുപോലെ നാവിലെന്തായാലും പെട്ടെന്ന് വരും ആ ഇഷ്ടദേവതയുടെ നാമം. പണ്ടൊക്കെ കാല് തട്ടുന്നു, തല മുട്ടുന്നു, വീഴാൻ തുടങ്ങുന്നു അല്ലേ? സാങ്കേത്യം പാരിഹാസ്യം വാ സ്തോകം ഹേളനമേവ എന്നൊക്കെ അജാമനന്റെ കഥ പറഞ്ഞതുപോലെ എന്ത് പ്രശ്നം ഉണ്ടായാലും പെട്ടെന്ന് എൻ്റെ കൃഷ്ണാന്ന്. കൃഷ്ണനെ ആരാധിക്കുന്ന ഒരാളുടെ വായിൽ എന്ത് വരും? എൻ്റെ കൃഷ്ണാന്ന് വരും. മറ്റൊരു ശിവനെ എന്നറിയാതെ പറയുന്നവരുണ്ട്, എൻ്റെ ദേവി എന്ന് പറയുന്നവരുണ്ട്. കാരണം അവരുടെ ഇഷ്ടദേവതയുടെ പേരാണ് എളുപ്പം നാവിൽ വരിക. അപ്പം കാലം ഇത്ര ആയതുകൊണ്ട് നമ്മളാകെ കുഴപ്പത്തിലാണ്. ആഴ്ച അനുസരിച്ചിട്ടും സീസൺ അനുസരിച്ചിട്ടും പോയി എല്ലാം കുഴപ്പത്തിൽ പെട്ടതാണ്. അപ്പോൾ ഒരു രൂപം മതി ധ്യാനിക്കാനായിട്ട്. എന്ത് മതി? ഇതൊക്കെ നമ്മൾ പറഞ്ഞാണല്ലോ അല്ലേ? എന്നിട്ട് ചില സ്ഥലത്ത് ചില ആൾക്കാർക്ക് മനസ്സിലാവില്ല എന്ന് വരുമ്പോൾ നമ്മൾ ഈ നെഗറ്റീവ് നോളജ് എന്ന് പറയും. തിരിച്ചു പറഞ്ഞാൽ ചിലപ്പോൾ മനസ്സിലാവുന്ന കരുതിയിട്ട്. അതായത് നമ്മൾ ബാംഗ്ലൂരോ അല്ലെങ്കിൽ ഗൾഫിലോ ഒക്കെ മക്കളുടെ കൂടെ പോയിരിക്കുകയാണ് 3 മാസം 4 മാസമൊക്കെ.
അപ്പോൾ 60-70 നിലയുള്ള ഫ്ലാറ്റിൽ അതിലൊരു 35ാമത്തെ നിലയിലാണ് നമ്മുടെ ഫ്ലാറ്റ്. അവിടെ നിൽക്കുമ്പോൾ അതിൽ ഈ സിറ്റ് ഔട്ടിൽ തുണി വിരിച്ചിട്ടിട്ടുണ്ടായിരുന്നു. ചെറിയ ചാറ്റുമഴ കണ്ടിട്ട് നമ്മളിത് എടുക്കാനായിട്ട് ഓടിപ്പോയതാണ് അങ്ങോട്ട് സിറ്റ് ഔട്ടിലോട്ട്. കുറച്ച് നേരമായിട്ട് ചാറ്റുമഴ കണ്ടതുകൊണ്ട് ഇത്തിരി വെള്ളം അവിടെ കെട്ടിക്കിടപ്പുണ്ടായിരുന്നു. അതിൽ കാല് ചവിട്ടി തെന്നി നമ്മൾ അവിടെ നിന്ന് അങ്ങോട്ട് വീണു. അത് രസമെന്നറിയോ? അതെ, താഴോട്ട് വീണു. അങ്ങനെ വീഴുമ്പോൾ ഭഗവാനെ വിളിക്കണമല്ലേ? അപ്പോഴാണ് നമ്മൾ ഓർത്തുന്നത് ചൊവ്വാഴ്ചയാണോ വ്യാഴാഴ്ചയാണോ, അതിനുള്ള നേരം വല്ലതും കിട്ടുമോ? ഒറ്റ വിളിക്കുള്ള സമയം കിട്ടുള്ളൂ. അതുകൊണ്ട് എന്ത് വേണം? ഒരു രൂപത്തിൽ ഉറപ്പിച്ചിരിക്കുക. ഇവിടെ കിട്ടുന്നുണ്ടല്ലോ അല്ലേ? ഇതാണ് നെഗറ്റീവ് ഇൻഫർമേഷൻ നോളജ് എന്നൊക്കെ പറയുന്നത്. മര്യാദയ്ക്ക് പറഞ്ഞാൽ മനസ്സിലാവട്ടെങ്കിൽ എങ്ങനെ പറയണം? തിരിച്ച് പറഞ്ഞു നോക്കണം എന്നാണ്. ഇതെളുപ്പം മനസ്സിലാവും. ഒറ്റ വിളിക്കാനുള്ള നേരേ ഉള്ളൂ. അതുകൊണ്ട് എന്ത് വേണം? ഉറപ്പിച്ചിരിക്കുക. ഒരു വസ്തുവായിട്ട് ഉറപ്പിച്ചിരിക്കുക. എന്നിട്ട് അഹൈതുകി ഭക്തി എന്ന് പറഞ്ഞത് എന്താണ്? ഓർക്കുന്നുണ്ടോ അല്ലേ? നമുക്ക് ഓരോ ആൾക്കാരെ ഇഷ്ടപ്പെടാതിരിക്കാനും ഓരോ കാരണമുണ്ട് പറഞ്ഞാൽ. എന്നിട്ടോ നമുക്ക് സത്യം പറഞ്ഞാൽ ഏറ്റവും ഇഷ്ടം ആരെ തന്നെയാണ്? പകുതി ഉറങ്ങിയിരിക്കുന്ന ഒരു ചാടി എഴുന്നേറ്റ് വേറെ ആരുടെ പേര് പറയില്ലേ? അതാ. എന്നാൽ തിരിച്ചു പറയാം, എനിക്ക് ഏറ്റവും ഇഷ്ടം ആരെ തന്നെയാണ്? ഭഗവാനെ. ഇങ്ങനെ നുണ പറയും മനുഷ്യര്. അതാ അല്ലേ? അതായത് ഈ നമുക്ക് നാടിഷ്ടമാണ്. ആരുടെ നാട്? കണ്ട ഇപ്പം ശരിയായി വരുന്നുണ്ട്. വീട് ഇഷ്ടമാണ്. ആരുടെ വീട്? അല്ലേ? ഈ അച്ഛനെയും അമ്മയൊക്കെ ഇഷ്ടമാണ്. ആരുടെ? കണ്ട ഇപ്പം ചുരുക്കി വരും. മക്കളെ ഇഷ്ടമാണ്. ആരുടെ? കണ്ട. അതായത് ശരിക്കും പറഞ്ഞാൽ നമുക്ക് ആദ്യം നമ്മളെ ഇഷ്ടമായിട്ട് അതിനോട് ബന്ധപ്പെട്ടതൊക്കെ ഇഷ്ടമായി. അങ്ങനെയല്ലേ ശരി? അപ്പം ശരിക്കും ആലോചിച്ചാൽ നമുക്ക് ഏറ്റവും ഇഷ്ടം ആരെ തന്നെയാണ്? ഇനി അത് ഏകവചനമായിട്ട് പറഞ്ഞാൽ എനിക്ക് ഏറ്റവും ഇഷ്ടം ആരെ തന്നെയാണ്? അതറിയാനായിട്ടാണ്. അതിന് നേരത്തെ നമ്മൾ പറഞ്ഞ എന്താ? ഓരോ ആൾക്കാരെ ഇഷ്ടപ്പെടാൻ ഓരോ കാരണമുണ്ട്. അത് നമ്മൾ ആലോചിക്കുകയും ചെയ്തു. അങ്ങനെയാണെങ്കിൽ എന്തുകൊണ്ടായിരിക്കും എനിക്ക് എന്നെ ഇഷ്ടമായത്? കണ്ടോ? അതൊക്കെ ആലോചിക്കാൻ ഞാൻ പണ്ടും പറഞ്ഞാണ്. എന്നിട്ട് ആലോചിച്ച് കണ്ടുപിടിച്ചോ എന്തായിരിക്കും കാരണം? എനിക്ക് എന്തുകൊണ്ടാണ് ആരെ ഇഷ്ടമായത്? ഇയാൾക്കറിയാമെങ്കിൽ ഞങ്ങളോടാണ് ചോദിക്കുന്നത് അല്ലേ? ആലോചിച്ച് കണ്ടുപിടിക്കാനായിട്ടാണ്. എന്നെ ഇഷ്ടമായത് എന്തുകൊണ്ടാണ്? ഇപ്പൊ എന്താ വെച്ചാൽ എന്തെങ്കിലുമൊക്കെ ആലോചിക്കുന്നുണ്ട് എല്ലാവരും. ആദ്യകാലത്തെ പോലെയല്ല. ആദ്യകാലത്ത് അയാളെന്തേലും പറയട്ടെ, മക്കൂട്ടിരുന്നാൽ പോരെ. ഇപ്പൊ അങ്ങനെയല്ല ചിന്തിക്കുന്നത്. നമ്മൾ ആലോചിച്ചു അല്ലേ? ഇപ്പോൾ യേശുദാസിനെയും ചിത്രയൊക്കെ എല്ലാവർക്കും ഇഷ്ടമാണ്. അതുപോലെ പാട്ട് പാടിയത് കൊണ്ടും അല്ലാതെ നമുക്ക് നമ്മളെ ഇഷ്ടമായത് അല്ല. നമ്മൾ പാട്ട് പാടിയപ്പോഴാണ് അമ്മ പശുവിനെ വിറ്റത് നമ്മൾ പറഞ്ഞാണല്ലേ. പിന്നെ ചിലരെ രൂപം കണ്ടിട്ട് ഇഷ്ടമാകും നമുക്ക്. ഇനി നമ്മളെ രൂപം കണ്ടിട്ട് വല്ലതാണോ നമുക്ക് ഇഷ്ടമായത്? അല്ല. ചിലർ കണ്ണാടി നോക്കി വഴക്കുണ്ടാകും. ഇതെന്ത് സാധനം ഇത്? എന്നിട്ട് ഭഗവാനോട് വഴക്കുണ്ടാകും അല്ലേ? അപ്പോൾ രൂപമല്ല പ്രശ്നം. പിന്നെ സ്വഭാവം, അത് പലരും പറയാറുണ്ട്. എനിക്ക് തന്നെ എൻ്റെ സ്വഭാവം കണ്ട. അപ്പോൾ ഗുണങ്ങളെ കൊണ്ടല്ല, രൂപം കണ്ടിട്ടല്ല, സ്വഭാവം കണ്ടിട്ടല്ല, ഇതൊന്നുമല്ലെങ്കിലും എനിക്ക് ഏറ്റവും ഇഷ്ടം ആരെ തന്നെയാണ്? അതെന്തുകൊണ്ടാണ്? ശരി. ആലുവയിലൊരു ചെറുപ്പക്കാരൻ, ഞാൻ ചോദിച്ച ഉടനെ അയാൾ പറഞ്ഞു മറ്റാർക്കും ഇഷ്ടമല്ലാത്തതുകൊണ്ട്. അത് പറഞ്ഞായിരുന്നല്ലേ? അതാണ് മറ്റാർക്കും ഇഷ്ടമല്ല. അത് വേറൊരാളെ നോക്കിയിട്ടാണ്. നമുക്കാണ് അത് വേറൊരാളെ സംബന്ധിച്ചിട്ടാണ് അല്ലേ? അവര് നോക്കുമ്പോൾ എന്നാണ് പറയുന്നത്. നമ്മൾ നോക്കുമ്പോൾ എന്തുകൊണ്ടാണെന്നതാണ് പ്രശ്നം. അങ്ങനെ ഞാൻ കുറേ നേരം ചോദിക്കും, നിങ്ങൾക്ക് അങ്ങനെ പ്രത്യേകിച്ച് ഉത്തരവൊന്നും കിട്ടില്ല. ഒടുവിൽ നിങ്ങൾക്ക് ദേഷ്യം വരും. എന്നിട്ട് എന്ത് പറയും? കൂടുതൽ ചോദിക്കുകയൊന്നും വേണ്ട, ഇഷ്ടമാണ്, അത്രേ ഉള്ളൂ. അങ്ങനെയൊക്കെ പറയാൻ പറ്റുക നമുക്ക് അല്ലേ? കൂടുതൽ ചോദിക്കുകയൊന്നും വേണ്ട, ഇഷ്ടമാണ്. മനസ്സിലാകുന്നുണ്ടല്ലോ? പ്രത്യേകിച്ച് കാരണമൊന്നും ഇല്ലെങ്കിലും നമുക്ക് ഏറ്റവും ഇഷ്ടം ആരെ തന്നെയാണ്? അപ്പം നമ്മൾ എങ്ങനെയാണോ നമ്മളെ ഇഷ്ടപ്പെട്ടത് അങ്ങനെ വേണം ഭഗവാനെ ഇഷ്ടപ്പെടാൻ. അതാണ് അഹൈതുകി ഭക്തി. അതിനൊരു കാരണം ഉണ്ടാവരുത്. ഈ സുധാമാവിൻ്റെ കഥ അതാണ്. അതിനൊരു കാരണമില്ല ഭക്തിക്ക്. അദ്ദേഹത്തോട് ഭാര്യ പറഞ്ഞതാണ്, പോയിട്ട് ചോദിക്കൊന്നും വേണ്ട, ഒന്ന് പോയാൽ കൃഷ്ണൻ്റെ അടുത്ത് വരെ ഒന്ന് പോയാൽ മതി എന്ന്. അപ്പോഴും സുധാമാവന്തേ പറഞ്ഞുള്ളൂ, പോയിട്ട് പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ലല്ലോ. അങ്ങനെ പലതവണ പറഞ്ഞു കഴിഞ്ഞപ്പോഴാണ് അദ്ദേഹം പറഞ്ഞത്, എന്നാ ഒന്ന് കണ്ടുകളയാം. ആരെ കണ്ടുകളയാം? ഒന്നും ചോദിക്കാനില്ല, ഒന്നും പറയാനുമില്ല, പിന്നെ കുറെ കാലമായി കണ്ടിട്ട് ഒന്ന് കണ്ടുകളയാം. മനസ്സിലാകുന്നുണ്ടല്ലോ അല്ലേ? ഈ ആൾക്കാർക്ക് വസ്തുക്കളോട് ഒക്കെ പ്രതികരിക്കാൻ അറിയാത്തത് കൊണ്ടാണ്. മരണ വീട്ടിലൊക്കെ ആൾക്കാർ ഉരുണ്ട് പടച്ചു പോലെ. ഈ മന്ത്രിയുടെ ഭാര്യ മരിച്ചാൽ നല്ല തിരക്കായിരിക്കും, മന്ത്രി മരിച്ചാൽ തിരക്ക് കുറയുമെന്നാണ്. കാരണം നമ്മൾ ചെന്നു ഒന്ന് കാണേണ്ട ആൾ കണ്ടെങ്കിലല്ലേ കാര്യമുള്ളൂ. അയാൾ മരിച്ചു പോയാൽ ഒന്ന് കുറയും അല്ലേ?
നമ്മൾ ചെന്നെന്ന് ആര് കാണണം? മന്ത്രി കാണണം. അപ്പം അത്രേ ഉള്ളൂ കാര്യം. ഇപ്പോൾ ഒക്കെ കോട്ടയം ഭാഗത്ത് ഈ ഡെഡ് ബോഡി എടുക്കുന്ന സമയത്ത് ഒരു തിരക്കാണ് അല്ലേ? അത് പുതിയ പരിപാടിയാണ്. ഞാൻ ഈ അടുത്തിടെ മനസ്സിലാക്കിയത്. നമ്മൾ ഈ സപ്താഹത്തിനൊക്കെ കറങ്ങിടിച്ച് വരുമ്പോഴായിരിക്കും ആരെങ്കിലും ഇവിടെ ഉള്ള സമയത്തേ മരിച്ച വീട്ടിൽ തലേന്ന് ചെല്ലുമ്പോൾ ആരുമില്ല. അവിടെ വീട്ടുകാർ പോലും വീടടച്ചിട്ട് കിടക്കുന്നതാണ്. എന്നിട്ട് പിറ്റേ ദിവസമാണ് എന്ത് തുടങ്ങ പരിപാടികൾ ആരംഭിക്കുക. അതാ എടുക്കുന്ന സമയമാകുമ്പോൾ എല്ലാവരും കൂടെ വരിക ചെയ്യും. അന്നേരം വേളാണ്. അപ്പോൾ കോട്ടയത്തൊരു അമ്മ മരിച്ചിട്ട്, അത് വേറെ വീട്ടിൽ കുത്തനെ പൊക്കത്തിലാണ്, 40-45 പടിയുണ്ട്. അത് കയറി വേണം. രാത്രിയിൽ ഞങ്ങളോട് വിളിച്ചു പറഞ്ഞു വരുന്നുണ്ടെന്ന്. അപ്പോൾ ഞങ്ങളൊരു 6 പേരേ ഉള്ളൂ അവിടെ. അവർ വന്നു കഴിയുമ്പോൾ ഇവരെ ഫ്രീസർ ഇതിനകത്താണ് കൊണ്ടുവന്നത്, മോർച്ചറി, മൊബൈൽ മോർച്ചറിയിലാണ്. ഇവരുടെ ശരീരം, ഇവർക്കാണ് 92 കിലോ ഭാരം ഉണ്ടായിരുന്നു ചേച്ചിക്ക്. അവരെ കൊണ്ടുപോകണം. ഫ്രീസർ, ജനറേറ്റർ, അതിൻ്റെ അടപ്പ് ഒക്കെ എവിടെ എത്തണം? ഈ 46-47 സ്റ്റെപ്പുള്ള വീട്ടിൽ ചെല്ലണം. ഇത് രാത്രിയിൽ ഇതെല്ലാം കൂടെ കയറ്റി കഴിഞ്ഞ് ഞങ്ങളുടെ ഒരു പരിപാടി കഴിഞ്ഞു. ഞങ്ങൾ 6 പേരേ ഉള്ളൂ. അതിലൊരാൾ ആദ്യം അടപ്പ് കൊണ്ടുപോയപ്പോൾ തന്നെ രാജിവെച്ചു. അത് കഴിഞ്ഞപ്പോൾ അയാൾ നിർത്തി പരിപാടി. പിന്നെ ഞങ്ങൾ 5 പേര് മാറി മാറി പിടിച്ചിട്ടാണ്, വഴിയില്ല, തീരെ 1 മീറ്റർ വീതിയിൽ സ്റ്റെപ്പ് കുത്തനെ കിടക്കുകയാണ്. അതിലെ കൂടെ കയറ്റിക്കൊണ്ടുപോകണം. അപ്പം ഞങ്ങൾ ഈ ബോഡി എടുത്തുകൊണ്ട് പോകുമ്പോൾ ചേച്ചിയുടെ മുഖത്തിൻ്റെ അവിടെ ഞാൻ പിടിച്ചിട്ടുണ്ട്. അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് ചേച്ചി ഉരുണ്ടുരുണ്ട് എൻ്റെ കയ്യെ വന്ന് തട്ടി ഞാൻ നേരെ കിടത്തും. അങ്ങനെ ഞങ്ങളൊന്ന് സംസാരിച്ചിട്ടാണ് ഇവിടെ വരെ പോയത്, മേളി വരെ കൊണ്ട് കിടത്തിയതും. ഇതെല്ലാം കഴിഞ്ഞിട്ട് തീരെ വയ്യാതെ, കാരണം എനിക്ക് വെയിറ്റ് എടുക്കാൻ പറ്റാത്തതാണ്, വേറെ ആരും ഇല്ലാത്തതുകൊണ്ട് ചെയ്തതുമാണ്. ഏതായാലും അതെല്ലാം കഴിഞ്ഞിട്ട് പിറ്റേ ദിവസം പോകാൻ പറ്റിയില്ല. എപ്പോൾ പോയില്ല? ഈ ഡെഡ് ബോഡി കൊണ്ടുവന്ന സമയത്ത് തിരക്കണ്ടല്ലോ, അതിലൊന്നും പോകാനും പറ്റിയില്ല. അപ്പോഴാണ് അന്ന് വൈകുന്നേരം തിരുനക്കരെ കണ്ടപ്പോൾ ഒരു കൂട്ടുകാരൻ, ഇന്നലെ കണ്ടില്ലല്ലോ അവിടെ മരിച്ചപ്പോൾ. എവിടെ കണ്ടു? നമ്മൾ ചേച്ചി കണ്ടായിരുന്നു. ആര് കണ്ടായിരുന്നു? ഞങ്ങൾ തമ്മിൽ മിണ്ടുകയും ചെയ്തായിരുന്നു. ഇതാണ് ആൾക്കാരുടെ അവസ്ഥയെ. നമ്മളൊരു മാനിയാക്ക് പോലെയാണിത്. മരിച്ച വീട്ടിൽ ഇപ്പോൾ പോയാലെന്താ, പോയില്ലെങ്കിൽ എന്താ അല്ലേ? അവിടെ എന്തെങ്കിലും സേവനം ചെയ്യാനുണ്ടെങ്കിൽ ചെയ്യുക, പോരുക എന്നുള്ളതല്ലാതെ ഡെഡ് ബോഡി ചെയ്യാവുന്ന ഏറ്റവും വലിയ മര്യാദ തണുത്ത അപ്പം തെരിപ്പിച്ചോ കത്തിച്ചോ കളയുക, വെച്ചോണ്ടിരിക്കരുത്. അല്ലാണ്ട് ഇത് ഇങ്ങനെ വെച്ചിട്ട്, ഈ ക്രിസ്ത്യൻസാണ് നമ്മളെ പഠിപ്പിച്ചത്. അവിടുന്ന് ആൾ വരുമെന്നും പറഞ്ഞിട്ട് പുറത്തേക്ക് കൊണ്ടുപോയിക്കുക ഒക്കെ. നമുക്ക് വേണ്ടി ഇത്രയും കുഴപ്പമില്ലായിരുന്നു. ശരി. അപ്പോൾ അങ്ങനെ വൈരാഗ്യ പ്രകരണമുണ്ട്. സുധാമാവിൻ്റെ കഥ എന്താണ്? ഒരു ഭക്തി പ്രകരണമാണ്. ഭക്തി എന്താണ്? അതിനൊരു കാരണം ഇല്ല. അഹൈതുകി ഭക്തി, അപ്രതിഹത ഭക്തി. ഇപ്പൊ നമ്മുടെ ഭക്തി കാരണത്തോടു കൂടിയുള്ളതായിക്കോട്ടെ, നമ്മൾ എന്ത് ചെയ്യാണ്? അതിനെ അറിവിലൂടെ ശുദ്ധീകരിക്കുക, കാരണമില്ലാത്തത് ആക്കുക. എനിക്ക് കൃഷ്ണനെ ഇഷ്ടമാണ്. ഗോപിമാരൊക്കെ പറയുന്നത് അങ്ങനെയാണ്. കൃഷ്ണൻ ഇങ്ങോട്ടൊന്നും തരണമെന്നില്ല, പക്ഷെ ഞങ്ങൾക്ക് ആരെ ഇഷ്ടമാണ്? കൃഷ്ണനെ ഇഷ്ടമാണ്. അതാണ് മീര പറഞ്ഞത്, അതാണ് സുധാമാവൻ പറഞ്ഞത്. ഒന്നും വേണമെന്നൊന്നുമില്ല, പിന്നെയോ കുറെ കാലമായി കണ്ടിട്ട് ഒന്ന് കണ്ടുകളയാം, അത്രേ ഉള്ളൂ. ഇങ്ങനെ ഭക്തിയെ കുറിച്ചിട്ട് സുധാമാവിന്റെ കഥയിൽ പറയും. കൃഷ്ണനും രുക്മിണിയും തമ്മിലുള്ള കലഹത്തെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ടാവുമ്പോൾ അല്ലേ, അവിടെ ജ്ഞാനപ്രകരണമാണ്. ആരാണ് ഭഗവാൻ എന്ന് രുക്മിണി ദേവി തന്നെ പറയലാണ്. അതുകൊണ്ടത് നമ്മൾ ആദ്യത്തെ ദിവസം മുതൽ പറയാണ്, എല്ലായിടത്തും എല്ലായ്പ്പോഴും ഒരേപോലെയുള്ള വസ്തു. അത് വിശദമാക്കുന്നത് കൊണ്ട് അതൊരു ജ്ഞാനപ്രകരണമാണ്, ജ്ഞാനമാർഗമാണ്. ഈ മുചുകുന്ദൻ്റേതോ ഒരു വൈരാഗ്യ പ്രകരണമാണ്. വൈരാഗ്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ രാഗദ്വേഷങ്ങളില്ലാത്ത നിലയാണ് വൈരാഗ്യം. രാഗം എന്ന് വെച്ചാൽ എന്താ? ഇഷ്ടമുള്ള വസ്തുക്കളോട് തോന്നുന്ന അനുകൂലമായ പ്രതികരണം, ഇഷ്ടമില്ലാത്തതിനോട് തോന്നുന്നത് ദ്വേഷം. ഇത് രണ്ടും ഇല്ലാത്ത അവസ്ഥയാണ് ഏത്? വൈരാഗ്യം. നമുക്കൊന്നിനോടും പ്രത്യേകിച്ച് ഇഷ്ടമില്ല, പ്രത്യേകിച്ച് വിരോധമില്ല. അതൊരു ശത്രുതയോട് ബന്ധപ്പെട്ടാണ് മലയാളത്തിൽ കാണുക അല്ലേ? സംസ്കൃതത്തിൽ അങ്ങനെ അർത്ഥമില്ല. പ്രത്യേകിച്ചൊരു ഇഷ്ടവും പാടില്ല, പ്രത്യേകിച്ചൊരു വിരോധവും ഒന്നിനോടും പാടില്ല. അതിനാണ് എന്ത് പറയുക? വൈരാഗ്യം. അപ്പോൾ നമുക്ക് എന്തിനോടാണോ കൂടുതൽ ഇഷ്ടം തോന്നുന്നത് അതിനെയാണല്ലോ ആദ്യം ആക്രമിക്കേണ്ടത് അല്ലേ? ഏറ്റവും പ്രിയമുള്ളതിനെ തന്നെ പറയണം. അങ്ങനെയാണ് ഭാഗവതം ഈ രുക്മിണീ സ്വയംവരത്തിൻ്റെ തൊട്ട് മുൻപേ മുചുകുന്ദൻ്റെ കഥയും ഓർത്തു വെച്ചത്. അവിടെ മുചുകുന്ദൻ്റെത് ഒരു വൈരാഗ്യ പ്രകരണമാണ്. മുചുകുന്ദൻ എന്താ ഭഗവാനോട് പറയാനുള്ളത്? വിമോഹിതോയം ജനൈശമായയാ ത്വദീയയാം ത്വാം ന ഭജത്യനർത്ഥദൃ സുഖായ ദുഃഖപ്രഭവേഷു സജ്ജതേ ഗൃഹേഷു യോഷിത് പുരുഷശ്ച വഞ്ചിത. ഇത് ആദ്യത്തെ ശ്ലോകമാണ് അല്ലേ? വിമോഹിതോയം ജന അയം ജനഃ വിമോഹിത. ഈ ജനങ്ങളൊക്കെ മോഹിക്കപ്പെട്ടിരിക്കുകയാണ്. എങ്ങനെ മോഹിച്ചു പോയി?
ത്വതീയ മായ, അങ്ങയുടെ മായ കൊണ്ട് മോഹിച്ചു. അതുകൊണ്ട് എന്താ പറ്റിയത്? ഇപ്പം മായ കൊണ്ട് മോഹിച്ചു എന്നിരിക്കട്ടെ, അതിലെന്താ കുഴപ്പം? അവര് ത്വാം ന ഭജതി, ഭഗവാനെ ഭജിക്കുന്നില്ല. ഭാഗവതത്തിലുള്ളതാണ്. എവിടെയാണുള്ളത്? മുചുകുന്ദ സ്തുതി 51-ാമത്തെ അധ്യായത്തിന്റെ 45-ാമത്തെ ശ്ലോകം. വിമോഹിതോയം ജനൈശമായ ത്വദീയയ ത്വാം ന ഭജത്യനർത്ഥദൃക്ക്. ഭഗവാനെ ഭജിക്കുന്നില്ല, അതുകൊണ്ട് അനർത്ഥത്തിലാണ് ദൃക്ക്. ശ്രദ്ധ അനർത്ഥത്തിലാണ്. അർത്ഥം എന്ന് വെച്ച് കഴിഞ്ഞാൽ നേടേണ്ട വസ്തു എന്നാണ്. പരമപുരുഷാർത്ഥമാണ് ഭഗവാൻ. അങ്ങേയറ്റം നേടേണ്ട വസ്തുവാണ് ആര്? ഭഗവാൻ. അപ്പൊ പിന്നെ ഭഗവാൻ അല്ലാത്തതെല്ലാം അനർത്ഥമാണ്. ഭഗവാൻ അല്ലാത്തതെല്ലാം അനർത്ഥം. അപ്പോൾ ഭഗവാനെ അർത്ഥം എന്ന് കണ്ടു കഴിഞ്ഞാൽ ശരീരം ഉൾപ്പെടെ സകലതിനെയും എങ്ങനെ കാണണം? അനർത്ഥമായിട്ട് കാണണം. അതുകൊണ്ടാണ് അനർത്ഥ ദൃക്ക് എന്ന് പറഞ്ഞത്. പൊതുവേ നമ്മുടെ ശ്രദ്ധ കൂടുതലും ശരീരവും അതിനോട് ബന്ധപ്പെട്ട കാര്യങ്ങളിലുമാണ്. ഇനിയിപ്പോൾ അങ്ങനെ ആണെങ്കിൽ ഇപ്പം എന്താ കുഴപ്പം അല്ലേ? ശരീരത്തിന് എൻ്റെ ശരീരമല്ലേ, ഞാൻ ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ വേറെ ആരും ഇഷ്ടപ്പെടാനാണ്. അതുകൊണ്ട് ഇഷ്ടപ്പെട്ടപ്പോൾ എന്താ കുഴപ്പം? അതല്ല. സുഖായ ദുഃഖപ്രവവേഷു സജ്ജതേ ഗൃഹേഷു യോഷിത് പുരുഷശ്ച വഞ്ചിത. സുഖത്തിനായിട്ട് നമ്മൾ എന്ത് ചെയ്യും? വീടിനെ ആശ്രയിക്കും. സുഖായ ഗൃഹേഷു സജ്ജതേ. പക്ഷെ ഈ വീടെന്ന് പറയുന്നത് ദുഃഖത്തിൻ്റെ പ്രഭവ കേന്ദ്രം കൂടിയാണ്. ഒരറിവിന് വേണ്ടി പറഞ്ഞതാണ്. നമ്മൾ വീട്ടിൽ നിന്ന് വന്നപ്പോൾ കൊണ്ടുവന്ന സകല വസ്തുക്കളും നിങ്ങൾ ഓരോരുത്തരും എൻ്റെ എന്ന് പറഞ്ഞാൽ മിക്കവാറും എല്ലാ സാധനങ്ങളും കയ്യിലുണ്ട്. ചെരിപ്പോ പുറത്തിട്ടതാണ് അല്ലേ? ഇനിയിപ്പോൾ ഉച്ചയ്ക്ക് വരുന്ന ആൾക്കാരുടെ തിരക്കും കൂടെ ആകുമ്പോൾ ഇത് കിട്ടിയാലായി അല്ലേ? അതായത് എൻ്റെ എന്ന് നമ്മൾ പറയുന്ന ഒറ്റ വസ്തുവെ പുറത്ത് കിടക്കുള്ളൂ. അതിനെക്കുറിച്ച് ഞാൻ പറഞ്ഞപ്പോൾ തന്നെ ഒരു ഇടിവെട്ടി പോലെ വീട് അടച്ചിട്ടിട്ട്, അപ്പം നമ്മൾ മാത്രമുള്ള ആൾക്കാർ വീട്ടിൽ നിന്ന് പോകുന്നപ്പോഴേ വെറുതെ രസത്തിന് ഞാൻ പറയാണ്, ഗ്യാസ് ഓഫ് ചെയ്തോ എന്തോ ഒറ്റ ഓട്ടമാണ് ചിലര്. ഒന്ന് നോക്കിയിട്ട് വരാമെന്ന്, ഇത് നോക്കിയിട്ട് വരാമെന്ന്, ഇതിനുള്ള കാര്യം. അപ്പം നമ്മളൊന്ന് ഓർപ്പിച്ചാൽ മതി, മനസ്സെങ്ങോട്ട് ചാടിപ്പോകും? അതിലേക്ക് ചാടിപ്പോകും. എൻ്റെ എന്നാണ് പറയുക. അപ്പം ഇവിടെ ഒരു ചെരുപ്പ് മാത്രമാണ് പുറത്തിട്ടിരിക്കുന്നത് അല്ലേ? അതിനെക്കുറിച്ച് ഓർത്തപ്പോൾ തന്നെ കിട്ടുമോ ഇല്ലയോ എന്നൊരു വിഷമം ഉണ്ടായിട്ടില്ലേ? ഉണ്ട്. അതിൽ കൊണ്ടുവന്നില്ല, അതുകൊണ്ടാണ് അല്ലേ? അല്ലെങ്കിൽ പഴയത് കൊണ്ടുവന്നവർക്കാണ്. പോയാൽ പോട്ടെ എന്ന് വെച്ചിട്ടാണ്. പിന്നെയോ ഈ വീട്ടിലാണത്രേ നമ്മൾ എൻ്റെ വസ്തുക്കൾ കൂട്ടി വെച്ചിരിക്കുന്നത്. അത് ശരിയാണല്ലേ? വീട്ടിലാണ് എന്ത് കൂട്ടി വെച്ചിരിക്കുന്നത്? എൻ്റെ വസ്തുക്കൾ കൂട്ടി വെച്ചിരിക്കുന്നത്. അങ്ങനെ എൻ്റെ എന്ന് പറയുന്ന വസ്തുക്കൾ കൂട്ടി വെച്ചിരിക്കുന്നത് കൊണ്ട് തന്നെ അത് ദുഃഖപ്രഭവം കൂടിയാണ്. ദുഃഖത്തിൻ്റെ പ്രഭവ കേന്ദ്രം കൂടിയാണ്. എവിടെ തൊട്ടാലും നമുക്ക് കുഴപ്പമുണ്ടാകും. ദുഃഖപ്രഭവേഷു ഗൃഹേഷു സജ്ജതേ. നമ്മൾ പറഞ്ഞ കഥകളൊക്കെ നോർത്താൽ മതി. ഒരു ദിവസം വീട്ടിൽ തിരിക്കുന്ന സമയത്ത് രാവിലെ 10:30 മണിയായി, മഴ പെയ്യാൻ തുടങ്ങി. മഴ കൂടി 11:30 ആയിട്ട് തീരുന്നില്ല. ഇടിവെട്ടി പെയ്യാൻ തുടങ്ങി. കറണ്ട് പോയി. ഇനിയോ കാറ്റടിക്കാൻ തുടങ്ങി. ജനലൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും അടയുന്നുണ്ട്. കുറേ വെള്ളം പെരയ്ക്കകത്തൊക്കെ കയറുന്നുണ്ട്. നമ്മൾ ഓടി നടന്ന് പറ്റിക്കാണ്. ജനലൊക്കെ വാതിലെല്ലാം അടച്ച് ഒറ്റയ്ക്ക്. എന്നിട്ടും മഴ തീരുന്നില്ല. 1 മണിയായിട്ടും തീരുന്നില്ല. 1:30 ആയിട്ടും തീരുന്നില്ല. കാർമേഘങ്ങളൊക്കെ വന്നു, ആകെ കറുത്തു. സന്ധ്യയായതുപോലെ മഴ തകർത്ത് പെയ്യാൻ. ഒരു വിധത്തിൽ നമ്മൾ അടുക്കളയിൽ പോയിട്ട് കഴിച്ചില്ല എന്ന് വരുത്തി. കറണ്ടില്ല, TV ഇല്ല, മൊബൈൽ വർക്ക് ചെയ്യുന്നില്ല, ഒന്നുമില്ല. 2 മണിയായിട്ടും 2:30 ആയിട്ടും എന്ത് തീരുന്നില്ല? മഴ തീരുന്നില്ല. ഇത്തിരി ഭക്തിയൊക്കെ ഉള്ള ആൾക്കാര് ആരെ വിളിക്കും? ഭഗവാനെ വിളിക്കും അല്ലേ? ഞാൻ ആദ്യമൊക്കെ ഈ കഥ പറയുമ്പോൾ വെറുതെയൊക്കെ പറയുമായിരുന്നു. അങ്ങനെയൊക്കെ വരുമ്പോൾ നമ്മൾ ആരെ വിളിക്കും എന്ന് ചോദിച്ചപ്പോൾ ആൾക്കാർ ലൈൻമാനെ വിളിക്കുന്നത്. നമ്മുടെ ഉദ്ദേശം ഭഗവാൻ എന്ന് പറയുന്നതായിരുന്നു. അവർക്ക് കറണ്ട് ശരിയാക്കിയാൽ മതി. അതിനാരെ വിളിക്കും? നമ്മൾ ഉദ്ദേശിക്കുന്ന ഉത്തരം കിട്ടാൻ വേണ്ടിയിട്ട് ഇത്തിരി കൂട്ടിച്ചേർത്ത് ഞാൻ ഇത്തിരി ഭക്തിയൊക്കെ ഉള്ള ആൾക്കാർ ആരെ വിളിക്കും? ഭഗവാനെ വിളിക്കും. പിടികിട്ടുന്നുണ്ടല്ലോ അല്ലേ? അങ്ങനെ നമ്മളൊരു ദിവസം 10 മണിയായപ്പോൾ ഇവിടെ വന്നു. 10:30 മുമ്പ് വന്നു. ഇനി 10:30 കഴിഞ്ഞിട്ട് വന്നിട്ട് അയാളുടെ വായിലിരിക്കുന്നത് കേൾക്കണ്ടെന്ന് കരുതി നേരത്തെ കാലത്തെ വന്ന് റെഡിയായി. എന്നിട്ടോ പ്രഭാഷണം തുടങ്ങി. 11:30 ആയപ്പോഴത്തേക്കും മഴ പെയ്യാൻ തുടങ്ങി. നേരത്തെ പറഞ്ഞ അവസ്ഥ തന്നെയാണ്. കാറ്റ്, കറണ്ട് പോകുന്നുണ്ട്. അവർ വന്ന് വായിച്ച് അന്നത്തെ മുഴുവൻ വായിച്ചു തീർത്തിട്ട് എന്ത് പോണില്ല? മഴ മാറുന്നില്ല. ഇതിനകത്തൊക്കെ വെള്ളം പരിഞ്ഞ് കയറി വരുന്നുണ്ട്. ഇതൊക്കെ നനഞ്ഞ് നിങ്ങൾ എഴുന്നേറ്റ് നിൽക്കുകയാണ്. പിന്നെ പരിപാടിയൊന്നുമില്ല. അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കിയിരിക്കുകയാണ് നമ്മളെ. എന്നിട്ടോ അവിടുന്ന് ഊണ് ഇപ്പുറത്ത് കൊണ്ട് തന്നു. നമ്മൾ അഡ്ജസ്റ്റ് ചെയ്ത് 1 മണിയായപ്പോൾ എന്ത് കഴിച്ചു? ഭക്ഷണവും കഴിച്ചു. എന്നിട്ടും എന്ത് പോകുന്നില്ല? മഴ പോകുന്നില്ല. 2 മണിയായി, 2:30 ആയി, ഇരുട്ടി, എന്നുവെച്ചാൽ സന്ധ്യയായി, പ്രതീതിയായി. ഇനി
നമുക്കൊരൊറ്റ വിചാരമേ ഉള്ളൂ, എങ്ങനെയെങ്കിലും ഒന്ന് എവിടെ പോയാൽ മതി, വീട്ടിൽ പോയാൽ മതി. വീട്ടിൽ തിരുന്നപ്പോൾ ഇടിവെട്ടി മഴ പെയ്ത് വിഷമിച്ചപ്പോൾ ആരെ വിളിച്ചാ കരഞ്ഞത്? ഇപ്പം ആരുടെ അടുത്താണ് ഇരിക്കുന്നത്? ഇനി എങ്ങോട്ടാണ് പോകേണ്ടത്? അപ്പം ഈ സംഭവത്തിനെ, അമ്പലത്തിനെ ആയാലും ഇതൊക്കെ എന്താ ആശ്രയിക്കാൻ പഠിക്കണ്ടേ നമ്മൾ, അല്ലേ? ഇപ്പോഴും നമ്മുടെ വിചാരം ആര് രക്ഷിക്കുമെന്നാണ്? വീടും അതിനോട് ചുറ്റിപ്പറ്റിയതുകളും രക്ഷിക്കും എന്നാണ് നമ്മുടെ ധാരണ. ഇപ്പം ആചാര്യന്മാർ ഇവിടെ ഇരുന്ന് പറയുന്നുണ്ടല്ലേ, ഭഗവാനെ ആശ്രയിക്കുക, തലയും കുലുക്കി. ഇത് വല്ലതും പിടികിട്ടിട്ടാണോ കുലുക്കല്? അതാണ് നമ്മളിപ്പോഴും എന്തിനെ തന്നെയാണ് ആശ്രയിക്കുന്നത്? ശരീരവും അതിനോട് ബന്ധപ്പെട്ട വസ്തുക്കളെയും തന്നെയാണ് നമ്മൾ ആശ്രയിക്കുന്നത്. അതുകൊണ്ടാണ് മുചുകുന്ദ സ്തുതിയിൽ ഓർപ്പിച്ചത്, നിങ്ങൾ ഈ ആശ്രയിക്കുന്ന വീടുണ്ടല്ലോ, ദുഃഖപ്രഭവേഷു, ദുഃഖത്തിൻ്റെ പ്രഭവ കേന്ദ്രം കൂടിയാണ്. ഞങ്ങളുടെ നാട്ടിലാണെങ്കിൽ പ്രളയം വന്ന് വലിഞ്ഞു കയറി പോയതാണല്ലേ. അന്ന് ഈ ശരീരം എടുത്ത് ഓടിയപ്പോൾ അവിടുത്തെ ഏറ്റവും എടുത്തത് വീട്ടിൽ ഓർത്തതന്നെയില്ല പലരും, അല്ലേ? എടുക്കണമെന്നേ. ഞങ്ങൾ ഈ ചെങ്ങന്നൂര് കല്ലിശ്ശേരിയിലൊരു സപ്താഹത്തിൽ ഓതറ, അവിടെ ഇതുപോലെ അവിടെ നമ്മളെയൊക്കെ കടുപ്പായിരുന്നു. വിലയ്ക്ക് മേളിൽ കൂടെ, 1-ാം നിലയ്ക്ക് മേളിൽ കൂടെ പോയതാണ്. നല്ല ഒരു ബ്രാഹ്മണരുടെ ഒരു ഓദിക്കനുണ്ട്, അദ്ദേഹത്തിൻ്റെ വീട്ടിലാണ് താമസിച്ചത്. അദ്ദേഹം പറയാണ്, വീടിൻ്റെ 2-ാം നിലയൊക്കെ പുതുതായിട്ട് ഒന്ന് പണി കഴിച്ച് വെച്ചതേ ഉള്ളൂ. അപ്പോഴാണ് മഴ പെയ്തത്. താഴത്തെ വയറിങ് പോയി, പുതിയ സോഫ, ലക്ഷക്കണക്കിന് രൂപയുടെ സോഫ സെറ്റെല്ലാം പോയി. അത് കഴിഞ്ഞ് ഇവർ ഒരു വിധത്തിൽ 2-ാം നിലയിൽ കയറി. അങ്ങനെ 2-ാം നിലയിൽ ഇരുന്നു. കുഴപ്പമില്ലെന്നാണ് വിചാരിച്ചത്. പക്ഷേ ഒറ്റപ്പെട്ടു പോയി, മറ്റു വീടുകളിൽ നിന്നൊക്കെ ഒറ്റപ്പെട്ടു പോയി. എന്നിട്ട് അവിടെ തന്നെ ഇരുന്നു. അത്രയും വെള്ളമില്ല, ഭക്ഷണമില്ല. ഈ വെള്ളത്തിന് വേണ്ടിയിട്ട് ഉടുത്തിരുന്ന മുണ്ട് വിരിച്ച് 4 വശം കെട്ടി, എന്നിട്ട് അതിൻ്റെ അടി പാത്രം വെച്ച് ആ വെള്ളം കുടിച്ച് ഒരു ദിവസം മുഴുവൻ. ഇഷ്ടംപോലെ പൈസയില്ല ആൾക്കാരാണ്. എന്നിട്ടും മലയാളികൾ പാഠം പഠിച്ചോ? അതില്ലല്ലോ, അല്ലേ? അത് കഴിഞ്ഞപ്പോൾ ഉടനെ തുടങ്ങി നമ്മുടെ അടുത്ത പരിപാടി, കുക്കറി ഷോ ആയിട്ടും തരാതരം പോലെ കഴിക്കാനും. ശരി, അതുകൊണ്ടാണ് സുഖായ ദുഃഖപ്രഭവേഷു സജ്ജതേ ഗൃഹേഷു യോഷിത് പുരുഷശ്ച വഞ്ചിത. എന്നിട്ട് ഇവിടെ താമസിക്കുന്നവരുടെ അവസ്ഥ എന്താണ്? ആര് ചോദിച്ചാലും ആരെ കണ്ടാലും നമ്മുടെ സുഖമാണെന്ന് ചോദിച്ചാൽ എന്ത് പറയും? പൊതുവെ അവരെ പറ്റിക്കാനായിട്ട് സുഖം. എന്ത് സുഖം? വെറുതെ പറയലാണ് ഈ സുഖം എന്നുള്ളത്, അല്ലേ? അതായത് ആരെങ്കിലും ഒരാൾ നമ്മളോട് സ്നേഹത്തോടെ ചോദിച്ചാൽ ഇതായിരിക്കില്ലേ പറയാം, അല്ലേ? ഈ സപ്താഹമില്ലാത്ത സമയത്ത് ഞാൻ ആ പൂക്കടയുടെയൊക്കെ മുമ്പിൽ തിരുനക്കരയുടെ വെറുതെ നിൽക്കും. അങ്ങനെ നിൽക്കുമ്പോൾ നമ്മുടെ സുഹൃത്തുക്കൾ, അവർ ജോലിയിൽ തിരക്കുള്ളവരാണ്, നമുക്കാണ് ഒരു പണിയില്ലല്ലോ, അല്ലേ? അപ്പോൾ അവരെ വാലിൽ തീ പിടിച്ചവിടെ അങ്ങോട്ടും ഇങ്ങോട്ടും ഓടും. എന്നെ കാണും, വന്നിട്ട് എത്ര ദിവസമായി? കുറച്ച് ദിവസമായി. എന്നാൽ ഞാൻ പോട്ടെ, തിരക്കുണ്ടെന്നൊക്കെ പറയുമ്പോൾ ഞാൻ ഷെയ്ക്കാൻ്റെ കൊടുത്തിട്ട് കയ്യിൽ നിന്ന് വിടില്ല, ബലമായിട്ട് പിടിച്ച് ആനന്ദമന്ദിരത്തിലൂടെ വല്ലതും കൊണ്ടിരുത്തും. പലതവണ ചാടിപ്പോകാൻ ശ്രമിക്കും, നമ്മൾ വിടാണ്ട് എവിടെ കൊണ്ടിരുത്തും? ആ ഹോട്ടലിൽ കൊണ്ടിരുത്തിയിട്ട് ഭിത്തിയുടെ അരികിൽ ചേർത്തിരുത്തിയിട്ട് ഞാൻ ഇപ്പുറത്തിരിക്കും, ചാടിപ്പോകാതിരിക്കാൻ. ഇടയ്ക്ക് മൊബൈലൊക്കെ എടുത്ത് പലരെയും വിളിക്കും, പോയിട്ട് തിരക്കുണ്ട്, എനിക്ക് ചായ വേണ്ട. എന്നാലും നമ്മൾ 2 ചായ ഓർഡർ ചെയ്യും. ഞാനൊരു ശകലം കുടിക്കാം, അയാളോട് കുടിക്കാൻ പറയും. ഇപ്പോൾ വേണ്ടാഞ്ഞിട്ടാണെന്ന് എന്നൊക്കെ പറഞ്ഞ് എഴുന്നേക്കാൻ തുടങ്ങിയാലും നിർബന്ധിച്ച് ഞാനെന്ത് പറയും? കുടിക്കാൻ പറയും. അങ്ങനെ 1 കവള് കുടിച്ചു, 2 കവള് കുടിച്ചു, മൊബൈലൊക്കെ എടുത്ത് മേശപ്പുറത്ത് വെച്ചിട്ട് പതുക്കെ ഊതി കുടിക്കാൻ തുടങ്ങി. ഇപ്പം സമാധാനമായി. അങ്ങനെ ഒരു പകുതി കൂടുതൽ കുടിച്ച് കഴിഞ്ഞ് ഞാനിങ്ങനെ മുഖത്ത് നോക്കിക്കൊണ്ടിരിക്കും. എന്നിട്ട് ഞാൻ പെട്ടെന്ന് ചോദിക്കും, ശരിക്കും സുഖമാണോ? അപ്പോൾ പതുക്കെ ഒന്നും പറയണ്ട, എന്ത് പറയണ്ടെന്ന് പിന്നെ ഓരോന്നും പുറത്ത് വരാൻ തുടങ്ങും. അപ്പോൾ ആദ്യം കണ്ട ഉടനെ ആൾക്കാരോട് പറയുന്ന നുണയാണ്, അല്ലേ? എന്ത് സുഖമാണെന്ന് പറഞ്ഞു. ഇതാണ് നമ്മുടെ പരിപാടി. സുഖായ ദുഃഖപ്രഭവേഷു സജ്ജതേ ഗൃഹേഷു യോഷിത് പുരുഷശ്ച വഞ്ചിത. വെറുതെ അങ്ങോട്ടും ഇങ്ങോട്ടും നമ്മൾ കബളിപ്പിച്ചുകൊണ്ടിരിക്കും സുഖമാണെന്ന് പറഞ്ഞു. അത് അവർ തെറ്റിദ്ധരിക്കുകയും ചെയ്യും. ഇങ്ങനെയൊക്കെ നടന്ന സുഖമാണെന്ന് കരുതി നമ്മളെപ്പോലെ ആര് ശ്രമിക്കും? അത് അപ്പോഴാണ് മനസ്സിലാവുന്നത്. ഇക്കരെ നിൽക്കുമ്പോൾ അത്രേ ഉള്ളൂ കാര്യം. അപ്പം അതുകൊണ്ടാണ് നമ്മളെന്ത് പറഞ്ഞത്? ആദ്യം നമ്മൾ മനസ്സിലാക്കേണ്ടത് പൊതുവെ മനുഷ്യ ജീവിതം ദുഃഖമയമാണ്, അല്ലേ? പൊതുവെ മനുഷ്യ ജീവിതം ദുഃഖമയമാണ്. എന്നിട്ടോ എനിക്കിതിൽ നിന്ന് രക്ഷ വേണമെന്ന് ബോധിച്ചു. അങ്ങനെയുള്ളവർക്ക് വേണ്ടിയിട്ടാണ് ഈ ശാസ്ത്രം പറയാ. എന്നിട്ട് പറയാണ്, ലബ്ധ്വാജനോ ദുർലഭമത്ര മാനുഷം കഥഞ്ചിതവ്യംഗമയത്നതോനഖ. നമുക്ക് മനുഷ്യ ശരീരം കിട്ടി, അത് വളരെ ദുർലഭമാണ്. നമ്മുടെ ഈ സഞ്ചിതം എന്ന് പറയല്ലോ, അല്ലേ? ഓർക്കുന്നുണ്ടല്ലോ, സുഖവും ദുഃഖവുമായിട്ട് ഗുണവും ദോഷമായിട്ട് നമ്മൾ ചെയ്തു കൂട്ടിയ കർമ്മഫലങ്ങളൊക്കെ കൂടി ചേർന്നതാണ് സഞ്ചിതം. ഇത് ഭഗവാൻ തൂക്കി നോക്കി, ഈ ജന്മം കിട്ടുന്നതിന് തൂക്കിയപ്പോൾ
ഈ സദ്ഫലങ്ങളായിരുന്നു കൂടുതലെങ്കിൽ നമ്മൾ ജനിക്കേണ്ടിയിരുന്നത് ദേവന്മാര്, യക്ഷന്മാര്, കിംപുരുഷന്മാര്, ഗന്ധർവന്മാര്, സിദ്ധന്മാര്, ചാരണന്മാര്, അപ്സരസുകൾ, അങ്ങനെയൊക്കെയാണ്. ഇനി ദോഷഫലങ്ങളാണ് കൂടുതലെങ്കിലോ നമ്മൾ ജനിക്കുക താഴോട്ടാണ്. കൃമികീടങ്ങളും മരങ്ങളും ചെടികളും വള്ളികളും അങ്ങനെയൊക്കെ ജനിക്കും. മനസ്സിലാകുന്നുണ്ടല്ലോ? എപ്പോഴാണോ ഈ പുണ്യവും പാപവും തുല്യമായത് അപ്പോഴാണ് ഏത് ജന്മം കിട്ടിയത്? മനുഷ്യ ജന്മം കിട്ടിയത്. ഇനിയിപ്പോ അടുത്ത തവണ ഭഗവാൻ തൂക്കി നോക്കുമല്ലോ, ഇല്ലല്ലോ എന്നാ. ആ തൂക്കി നോക്കുമ്പോ ഇപ്പൊ ചെയ്തു കൂട്ടിയതും കൂടെ കൊണ്ടിട്ടിട്ട് വേണ്ടേ തൂക്കാൻ? ആകാമി എന്ന് പറയല്ലോ അല്ലേ? അപ്പൊ ചെയ്തു കൂട്ടിയത് നമ്മളായതുകൊണ്ട് നമുക്കറിയാം പോക്ക് എങ്ങോട്ടായിരിക്കും അല്ലേ? ഏത് തൂക്കി നോക്കുമ്പോഴേ പറഞ്ഞു വന്നത്, അതുകൊണ്ട് എന്താ, ഇനി ഇതുപോലൊരു മനുഷ്യജന്മം കിട്ടുമോ എന്നുള്ളതിന് ഉറപ്പൊന്നുമില്ല. അതുകൊണ്ട് കിട്ടിയ മനുഷ്യജന്മത്തെ അതിൻ്റെ ലക്ഷ്യത്തിനായിട്ട് ഉപയോഗിക്കുക. എന്താണ് മനുഷ്യജന്മത്തിൻ്റെ ലക്ഷ്യം? ഭക്തി ഉണ്ടാവുക, ഭഗവാനിൽ എത്തിച്ചേരുക, ഇത്രേ ഉള്ളൂ. അതിലേക്ക് ഉപയോഗിക്കുക. അപ്പോൾ നമ്മൾ ഈ മനുഷ്യ ശരീരത്തിലേക്ക് വീണുപോയവരാണ് ജീവാത്മാക്കളെ. വീണുപോയി എന്നാണ് പറയാം, പതിത്വാ, വീണുപോയവരാണ്. എന്നാലും ഈ കുഴിയിലേക്കൊക്കെ വീണു പോകുന്ന ആൾക്കാർ, നമ്മളൊരു കുഴിയിലേക്ക് വീണെന്നിരിക്കട്ടെ, ആ കുഴിയിൽ തന്നെ കൈകുത്തിയിട്ട് എഴുന്നേക്കും. അങ്ങനെയാണല്ലോ അല്ലേ? എഴുന്നേക്കണമെങ്കിൽ എവിടെ തന്നെ കൈകുത്തണം. അതേപോലെ മനുഷ്യജന്മത്തിൽ വീണുപോയ നമ്മൾ മനുഷ്യജന്മത്തിൻ്റെ തന്നെ സാധ്യതകൾ ഉപയോഗിച്ച് അതിൽ നിന്ന് രക്ഷപ്പെടുക. മനുഷ്യന് വിവേകമുണ്ട്, ആ വിവേകത്തെ ഉപയോഗിച്ച് തന്നെ എവിടുന്ന് രക്ഷപ്പെടണം? ഈ ദുർഘടത്തിൽ നിന്ന് രക്ഷപ്പെടുക. എന്നിട്ടോ ഇത് അവ്യംഗം, അംഗങ്ങൾക്ക് കേടുപാടില്ലാത്ത ഒരു ശരീരം. ഹിന്ദുക്കളുടെ കൂട്ടത്തിൽ ചെവി കേൾക്കാത്തവരുണ്ട്, കണ്ണ് കാണാത്തവരുണ്ട് അല്ലേ? പല കുഴപ്പം, കാലില്ലാത്തവരുണ്ട്, പിന്നെ പല കുഴപ്പവും ഉള്ള ആൾക്കാരുണ്ട്. നമുക്ക് വല്ല കുഴപ്പമുണ്ടോ? വേണ്ടില്ല. അങ്ങനെ ആലോചിച്ചപ്പോൾ നമുക്കൊരു കാര്യം മനസ്സിലായി, ഒരു കുഴപ്പവും ഇല്ല എന്നുള്ളതാണ് നമ്മുടെ കുഴപ്പം. അങ്ങനെ ഒരു കുഴപ്പമുണ്ടല്ലോ അല്ലേ? ഒരു കുഴപ്പവും ഇല്ല എന്നുള്ളതാണ് നമ്മുടെ കുഴപ്പം. അപ്പം അതുകൊണ്ട് അവ്യംഗം എന്ന് വെച്ചാൽ കേടുപാടില്ലാത്ത ഒരു മനുഷ്യ ശരീരം അയത്നതഃ, ഒരു ശ്രമവും നടത്താതെ നമുക്ക് കിട്ടി. നമ്മൾ നേരത്തെ പറഞ്ഞാൽ എൻ്റെ വീടുണ്ടാക്കാൻ കഷ്ടപ്പെട്ടത് നമുക്ക് ഓർമ്മയുണ്ടെങ്കിലും എൻ്റെ ശരീരം നേടാൻ കഷ്ടപ്പെട്ട ഓർമ്മ വല്ലതും ഉണ്ടോ? ഇല്ല. അപ്പോൾ ഒരു ശ്രമവും നടത്താതെ കേടുപാടില്ലാത്ത മനുഷ്യ ശരീരം നമുക്ക് കിട്ടിയിട്ടും നമ്മൾ എന്ത് ചെയ്യുന്നില്ല? പാതാരവിന്ദം ന ഭജതി. ഉടനെ പറയുന്നുണ്ട്, ഭഗവാന്റെ പാതാരവിന്ദം മാത്രം ഭജിക്കുന്നില്ല. എന്നിട്ടോ അസന്മതി, അസത്തിലാണ് മതി. മതി എന്ന് വെച്ചാൽ ബുദ്ധി. സത്തായ വസ്തു ഭഗവാനാണ്, ഉള്ള വസ്തു ഭഗവാനാണ്, ബാക്കിയെല്ലാം അസത്താണ്. അങ്ങനെയാണ് പറയേണ്ടത്. ഉള്ള വസ്തു ആരാണ്? ഭഗവാൻ, ബാക്കിയെല്ലാം അസത്ത്. അപ്പോൾ വീണ്ടും ശരീരം ഉൾപ്പെടെ എല്ലാത്തിനെയും അസത്തെന്ന് കരുതുക. എന്നിട്ടോ അതിലാണത്രേ നമ്മുടെ ബുദ്ധി. എന്നിട്ട് വീടാകുന്ന പൊട്ടക്കിണറ്റില് ജന്തുക്കളെ പോലെ വീട് കിടക്കാണ്. ഗൃഹാന്ധഭൂപേ പതിതോ യഥാ പശു. എന്നിട്ട് ഇവിടെ സുഖഭോഗങ്ങൾ അനുഭവിച്ച് നടന്ന് ഉള്ള കാലം വെറുതെ പോയി. ഉജൂതം പറയുന്നത് ഇവിടെ മാത്രമല്ല, ദേവലോകത്തും പോയിട്ട് എന്താ അനുഭവിച്ചത്? സുഖങ്ങൾ അനുഭവിച്ചു. കാരണം ദേവന്മാരുടെ അതിഥിയാണ് മുജുകുന്ദൻ. അതുകൊണ്ട് അവിടെയുള്ള നല്ല വസ്തുക്കളൊക്കെ ആർക്ക് കൊടുത്തിരുന്നു? മുജുകുന്ദന് കൊടുത്തു. അതുകൊണ്ട് അങ്ങനെ ഓർത്തതിപ്പോൾ ഇങ്ങനെ ഇവിടെയും അവിടെയും സുഖങ്ങൾ അനുഭവിച്ച് എൻ്റെ ജന്മം വെറുതെ നിഷ്ഫലമായിട്ട് പോയി. അപ്പോൾ സുഖം അനുഭവിക്കരുത് എന്ന് നമ്മുടെ ശാസ്ത്രം പറയുന്നൊന്നുമില്ല. പക്ഷെ അതിനു വേണ്ടിയിട്ടുള്ള കാത്തിരിപ്പും നമ്മുടേതായിട്ടുള്ള അലച്ചിലും ശ്രമവും ഒക്കെയാണ് പ്രശ്നം. ആരെങ്കിലും ജീവിതത്തിൽ ദുഃഖമുണ്ടാവാൻ വേണ്ടി പ്രാർത്ഥിക്കുന്നുണ്ടോ? വഴിപാട് കഴിക്കാറുണ്ടോ? ഇല്ല. മനസ്സിലാവുന്നുണ്ടല്ലോ അല്ലേ? കാലൊടിയണേ എന്ന് വിചാരിച്ച് മൃത്യുഞ്ജയ പൂജ അല്ലേ, മൃത്യുഞ്ജയം കഴിക്കുക, അതില്ല അല്ലേ? ദുഃഖം വരാനായിട്ട് നമ്മൾ എന്ത് ചെയ്യില്ല? വഴിപാടും കഴിക്കില്ല, പൂജയും കഴിക്കില്ല, പ്രാർത്ഥിക്കുകയില്ല. ഇതൊന്നും ചെയ്തില്ലെങ്കിലും സമയമാകുമ്പോൾ എന്ത് വരുന്നുണ്ട്? വേണ്ടില്ല. ദുഃഖം പോലെ തന്നെയാണ് സുഖവും. നിങ്ങൾ ഒന്നും ചെയ്തില്ലെങ്കിലും യോഗം ഉണ്ടെങ്കിൽ സമയമാകുമ്പോൾ എന്ത് വരും? ദുഃഖം പോലെ സുഖവും വരും. പക്ഷെ നമ്മൾ തെറ്റിദ്ധരിക്കും, അത് ചെയ്തതുകൊണ്ടാണ് ഇത് കിട്ടിയത് എന്ന് തെറ്റിദ്ധരിക്കും. അത്രയല്ലേ ഉള്ളൂ. എന്നാൽ ഭാഗവത കീർത്തനത്തിൽ വൃത്തിയായിട്ട് പറഞ്ഞിട്ടുമുണ്ട്, സുഖവും ദുഃഖവും അനുഭവകാലം പോയാൽ ഒക്കെ ഒന്ന് തന്നെയാണ്. രണ്ടു തരം അനുഭവം, ഒന്ന് സുഖം, ഒന്ന് ദുഃഖം. അപ്പോൾ ദുഃഖത്തിനായിട്ട് ആരും ശ്രമിച്ചില്ലെങ്കിലും വരും പോലെ തന്നെ സുഖത്തിനായിട്ട് ശ്രമിച്ചില്ലെങ്കിലും വരും. ചിലർ പറയും 47 വയസ്സ് വരെ ഞാൻ എല്ലുമുറിയെ ഗൾഫിലും ഒക്കെ കടന്ന് പണിയെടുത്തത് കൊണ്ട് ഇപ്പം ഇരുന്നുണ്ണാൻ പറ്റുന്നുണ്ട്. ശരിക്കും ആലോചിച്ചെന്ത് മനസ്സിലായി? 47 വയസ്സ് വരെ കഷ്ടപ്പെടാതായിരുന്നു ഈ പാവത്തിന് യോഗം, അത് കഷ്ടപ്പെട്ടു.
ഇപ്പം സ്വസ്ഥമായിട്ടിരിക്കാനാണ് യോഗം, അത് നടക്കുന്നു. മനസ്സിലാകുന്നുണ്ടല്ലോ? അതല്ലാതെ അതുകൊണ്ട് ഇത് കിട്ടി എന്ന് തെറ്റിദ്ധരിക്കേണ്ടതാണ്. കഷ്ടപ്പെടാൻ യോഗം ഉള്ളപ്പോൾ എന്ത് ചെയ്യും? കഷ്ടപ്പെടും. ഒരു ശിവഭക്തൻ കാട്ടിലുണ്ടായിരുന്നു. അയാൾ സന്യാസിയാണ്. ആരും അങ്ങേരുടെ കാര്യം നോക്കാത്തത് കൊണ്ട് വിറക് കീറുക, നാട്ടിൽ കൊണ്ട് കൊടുക്കുക, ചന്തയിൽ കൊണ്ട് വിൽക്കും. ഒരു പ്രായമുള്ള ആൾ എത്ര വിറക് കീറാനാണ്? അന്നത്തേക്കുള്ളത് കിട്ടും, അല്ലെങ്കിൽ ആ 2 ദിവസത്തേക്കുള്ളത് കിട്ടും. അത് തരുമ്പോൾ പിന്നെ പോകും. അരി വാങ്ങിക്കുക, വരിക, കഴിക്കുക, ഭാര്യയായാലും കൂടെ കഴിക്കുക. കഷ്ടപ്പാടാണ്, ബുദ്ധിമുട്ടാണ്. അപ്പോൾ ശിവഭക്തനാണ്. ഇതിങ്ങനെ തുറന്നു കഴിഞ്ഞപ്പോൾ പാർവതി ശിവനോട് പറഞ്ഞു, നിങ്ങൾക്ക് കണ്ണിച്ചോരയില്ലേ? നാളെ ഇല്ല അല്ലേ? അതിനാണെങ്കിൽ അതിനെ നേരം കാണുള്ളൂ അല്ലേ? അപ്പോൾ നിങ്ങളുടെ ഭക്തനല്ലേ, അയാൾ ഇങ്ങനെ കഷ്ടപ്പെടുന്നുണ്ടില്ല, എന്തെങ്കിലും ഒന്ന് കൊടുത്തിട്ട് അനുഗ്രഹിക്കരുതോ? ഇപ്പോൾ കുറേ തവണ പാർവതി ചോദിച്ചപ്പോൾ ഭഗവാൻ പറഞ്ഞു, യോഗ ഇല്ലാത്തതുകൊണ്ടാണ്. ആർക്ക്? അനുഭവിക്കാൻ യോഗയില്ല, ഇപ്പോൾ കൊടുത്തിട്ടും കാര്യമില്ല. എന്നാലും അങ്ങനെയല്ലല്ലോ, നിങ്ങളുടെ ഭക്തനാണല്ലോ അത്. ഈ അച്ഛന്മാർക്ക് അല്ലെങ്കിലും അങ്ങനെയാണ്, മക്കളോട് വലിയ കാര്യമൊന്നുമില്ല. അമ്മമാരങ്ങനെയല്ല എന്നാണ് പാർവതി പറഞ്ഞത്. അങ്ങനെ പാർവതി തന്നെ ഇതിൽ ഇടപെടുകയാണ്. എന്നിട്ടോ ഒരു ദിവസം ഇയാൾ ഈ ചന്തയ്ക്കൊക്കെ പോയിട്ട് തിരിച്ചു വരും. തിരിച്ചു വരുന്ന വഴിക്ക് ഇങ്ങനെ വരുന്ന വഴിയിലൊക്കെ മുത്തും പവിഴവും ഒക്കെ ഇങ്ങനെ വെതറിയിട്ടു. അയാൾ ഒരു ദിവസം ചന്തയിൽ പോയിട്ട് വരുമ്പോഴാണിത്. അങ്ങനെ അങ്ങേരെ അവിടെ വരെ വന്നു, സന്ധ്യയായി. അപ്പോഴാണ് അദ്ദേഹം ഓർത്തത്, ഇപ്പം പ്രായം കൂടിക്കൂടി വരികയാണ്, കുറേ കാലം കഴിഞ്ഞിട്ട് എനിക്ക് കണ്ണ് കാണാതെയൊക്കെ ആയാലും ഈ വഴിക്കല്ലേ വരേണ്ടി വരിക. അതുകൊണ്ട് ഇന്ന് കണ്ണടച്ചിട്ടൊന്ന് പരിശീലിക്കാം, പ്രാക്ടീസ് ചെയ്യാറുണ്ട്. എന്തിന്? അന്ന് അയാൾ എങ്ങനെ വന്നു ആ വഴി കൂടെ? ഇതാ കണ്ണടച്ചിട്ടായിരുന്നു. എന്ത് കണ്ടില്ല? അതാ ശിവൻ നോക്കുമ്പോൾ പാർവതി തല ചൊറിഞ്ഞു വന്ന് നിൽപ്പുണ്ട്. എന്തിനു വന്ന് നിൽപ്പുണ്ട്? മര്യാദയ്ക്ക് പറഞ്ഞതാണ്, അവനെന്തില്ല എന്ന്. അപ്പോൾ നമ്മൾ രുക്മിണി സമരത്തിൻ്റെ അന്ന് അവിടെ പോയിട്ട് വെള്ളം കുടിക്കാൻ ചെന്നതാണ്. 11:30 ചെന്നപ്പോൾ കടപ്രഥമൻ ഇളക്കുകയാണ്. ആരിളക്കുന്നുണ്ട്? നമ്മളെ ചേട്ടനാണ്. അതല്ലേ, അങ്ങനെ ഇളക്കുകയാണ്. അപ്പോൾ നമുക്ക് മനസ്സിലായി, ഇത് കുറേ കാലം ഇദ്ദേഹത്തെ കണ്ടിട്ട്. ആരെ? ചേട്ടനെ അല്ലേ, പായസത്തിനെ കണ്ടിട്ട്. എന്നാൽ ഒരു പിടി പിടിക്കാം എന്നാര് തീരുമാനിച്ചു? പിന്നെ ഇവിടെ വന്നിരുന്നിട്ട് ഭാഗവതവും ഇല്ല, ഒന്നുമില്ല എന്ന് വിചാരിച്ചുകൊണ്ടിരിക്കുക അത്രേ. അല്ലെങ്കിൽ ഒരു കല്യാണ സ്ഥലത്താണെങ്കിൽ പിന്നെ കെട്ടും കണ്ടില്ല, നാശനവും കേട്ടില്ല, എന്തോർത്തിട്ടിരിക്കുകയാണ് നമ്മൾ. അങ്ങനെ സദ്യക്ക് വിളമ്പാന്നിരിക്കുമ്പോൾ നമ്മൾ എന്താ പറയുക അല്ലേ, ആ 2 വശത്ത് ഇരിക്കുന്ന ആൾക്കാരെയൊക്കെ മാറ്റി പായസം വിളമ്പാറാകുമ്പോൾ തന്നെ എന്നിട്ട് എന്ത് തയ്യാറെടുക്കുകയാണ്. എന്തിനു വേണ്ടിയിട്ട്? അടുത്തിരുന്ന ആൾക്കാരെ കൈകൊണ്ടും തള്ളി മാറ്റിയിട്ട് റെഡിയായി. എന്തിനു വേണ്ടിയിട്ടാണ്? മനസ്സിലാകുന്നുണ്ടല്ലോ അല്ലേ? ഈ ഇരിപ്പ് വേണ്ടെന്നാണ് പറഞ്ഞത്. ഏതിരിപ്പ്? കിട്ടാനിരിക്കുന്ന സുഖത്തിന് വേണ്ടിയിട്ട് മുൻകൂട്ടിയുള്ള തയ്യാറെടുപ്പ്, ശ്രമം ഉണ്ടല്ലോ, അത് വേണം. ഇനി അഥവാ നിങ്ങൾക്ക് നമ്മുടെ യോഗത്തിനനുസരിച്ചിട്ടൊരു സുഖം വന്നാലോ, അനുഭവിച്ചേക്കണം. അന്നേരം പിന്നെ ഞാൻ വേദാന്തിയാണ്, ശാസ്ത്രം പഠിച്ചത്. തനിക്ക് പഞ്ചസാര ഇട്ടിട്ട് ചായ, ഞങ്ങളിപ്പോൾ കുടിക്കാറില്ല. കുടിച്ചാൽ എന്താ? മനസ്സിലാകുന്നുണ്ടല്ലോ അല്ലേ? ആരും വന്നിട്ട് എന്നോട് ചോദിച്ചു, ഇവിടെ തന്നെയാണ് ഈ ജന്തുക്കളെ നമ്മൾ കൊന്നു കഴിക്കുന്നത് തെറ്റാണെന്നല്ലേ പറയുക, മാംസഭക്ഷണം കഴിക്കുന്നത്. അപ്പോൾ മരങ്ങളെ ചെടികളെയൊക്കെ നമ്മൾ വെട്ടുമ്പോൾ അതിൻ്റെ ജീവനെയല്ലേ ഉപദ്രവിക്കുന്നത്. ഞാൻ പറഞ്ഞ ആരാ കൊന്നു തിന്നരുത്, നിങ്ങൾക്ക് പറ്റുമെങ്കിൽ കൊന്നു തിന്നോളാനേ. മനസ്സിലാകുന്നുണ്ട്? ഇറച്ചി കഴിക്കാമോ? കഴിക്കണമെങ്കിൽ കഴിച്ചപ്പോൾ ഞാൻ എന്തായാലും ചെയ്യാൻ പറ്റും അല്ലേ? അപ്പം നമ്മളിതിനെ ഇങ്ങനെ വേർതിരിച്ച് കാണേണ്ടതാണ്. കാരണം നമ്മൾ ഈ ഇടക്കാലത്ത് സാത്വിക ഭക്തി എന്തോ ഗംഭീരമാണെന്നും ശൈവരെയും അതേപോലെ നമ്മുടെ ദേവി ആരാധകരുണ്ട്, ശാക്തേയരെയും ഒക്കെ നമ്മൾ വേറെ എന്തോ ഗണത്തിൽ പെടുത്തിയത് കൊണ്ടാണ്. അതിനൊക്കെ ഇവിടെ നിലനിൽപ്പുണ്ട്. ശക്തി ആരാധന ഉണ്ടായിരുന്നു, ശിവന്റെ ആരാധന ഉണ്ടായിരുന്നു, അതൊക്കെ ഇവിടെ ഉണ്ട്. ഇടക്കാലത്ത് നമ്മളെ തെറ്റിദ്ധരിപ്പിച്ചു. എങ്ങനെ തെറ്റിദ്ധരിപ്പിച്ചു? ഇങ്ങനെയൊക്കെ ആയാലും ശരിയാവുള്ളൂ, എങ്ങനെയൊക്കെ ആയാലും ഒരു കാര്യമില്ലാതെ ശുദ്ധം വൃത്തി എന്നൊക്കെ പറഞ്ഞ് പേടിപ്പിച്ചു അല്ലേ? അപ്പം ഞാനത് ആദ്യം പറഞ്ഞതാണ്, നിങ്ങൾ തലയും കുത്തി നിന്നാലും എന്തു തന്നെ ശ്രമം നടത്തിയാലും നമ്മുടെ ശരീരത്തെ വൃത്തിയാക്കാൻ പറ്റില്ല. ഓർക്കുന്നുണ്ടല്ലോ അല്ലേ? എന്നിട്ട് നമ്മൾ എന്ത് പഠിച്ചു കൂട്ടത്തിൽ? നമ്മൾ എത്ര ശ്രമം നടത്തിയാലും ഭഗവാനെ അശുദ്ധമാക്കാനും പറ്റില്ല. നിങ്ങൾ എത്ര ശ്രമിച്ചാലും ശരീരത്തെ ശുദ്ധമാക്കാനും പറ്റില്ല. അതേപോലെ തന്നെ ആരെ അശുദ്ധമാക്കാനും പറ്റില്ല. ഇതൊന്ന് പഠിച്ചാൽ മതി, ഈ പരിഭ്രമം തീരും. അപ്പോൾ നമുക്ക് മനസ്സിലാകും, ശുദ്ധി എന്ന് പറയുന്നതൊക്കെ മനസ്സിൻ്റെ ഒരു കൽപ്പനയാണ്. പണ്ട് കാലത്ത് കുളത്തിലൊക്കെ മുങ്ങിക്കുളിച്ചിട്ട് ക്ഷേത്രത്തിൽ പോയി തൊഴാം അല്ലേ? മുങ്ങിക്കുളിച്ച് ശുദ്ധമായിട്ട് എവിടെ പോയി തൊഴാം? ക്ഷേത്രത്തിൽ പോയി തൊഴാം. കുറച്ച് കാലം കഴിഞ്ഞപ്പോൾ മുങ്ങിക്കുളി പറ്റാണ്ടായി, കുളം നമ്മൾ വൃത്തികേടാക്കി, പിന്നെയോ ആരോഗ്യം പറ്റാണ്ടായി. അപ്പോൾ നമ്മളെന്ത് തീരുമാനിച്ചു? കുളിമുറി കുളിച്ചിട്ട് ശുദ്ധമായി. അപ്പോഴും ശുദ്ധമായില്ലേ?
വേണ്ടിയില്ല. ശുദ്ധായി, കുളിമുറി കുളിച്ച് ശുദ്ധായി. പിന്നെ കുറച്ച് കാലം കഴിഞ്ഞപ്പോൾ എന്തൊന്നും കുളിക്കാൻ പറ്റാണ്ടേ, അപ്പോൾ നമ്മൾ വിചാരിച്ചു കാലും മുഖം കഴുകി ശുദ്ധമായിട്ട്. അപ്പോഴും നമ്മൾ എന്തായിട്ടുണ്ട് കണ്ടോ. പിന്നെയും കുറച്ച് കാലം കഴിഞ്ഞ് കിടന്ന കിടപ്പിലായി. നാമം ജപിക്കണമെങ്കിലൊന്ന് ശുദ്ധമാവണമല്ലോ. മക്കളോട് പറഞ്ഞു തളിച്ചാൽ മതി. എന്ത് ചെയ്താൽ മതി? ഇപ്പൊ എങ്ങനെ ശുദ്ധമായി? നമ്മൾ തളിച്ച് ശുദ്ധമായിട്ട്. അപ്പൊ ഈ ശുദ്ധം എന്ന് പറഞ്ഞത് മനസ്സിന്റെ ഒരു നിലയല്ലേ? അതേ പറഞ്ഞോളൂ. എന്ന് കരുതി അമ്പലത്തിൽ ശുദ്ധമല്ലാത്തപ്പോ പോകണം, അത് പോകരുത്. മനസ്സിലാവുന്നുണ്ടല്ലോ? ഇതൊക്കെ വ്യക്തി ആരാധനയ്ക്കുള്ളതാണ്. ഈ പറയുന്നതൊക്കെ വ്യക്തിശുദ്ധിക്കുള്ളതാണ്. എന്നാൽ ഞാനിനി മുതൽ കുളിക്കാണ്ട് അമ്പലത്തിൽ പോകും അല്ലേ? പരിചയക്കാട്ടൊരു പെങ്കച്ചുണ്ടായിരുന്നു, അവള് ഭാര്യമാരുടെ കൂട്ടത്തിൽപ്പെട്ടതാണ്. അവള് പറഞ്ഞാണ് ഞാൻ പീരീഡ് സമയത്തും അമ്പലത്തിൽ പോയിട്ടുണ്ടെന്ന്. ഇപ്പം മെന്റൽ അസൈലത്തിലാണ് അവള്. ഈ പോക്കൊക്കെ പോയിട്ടേ ആ ശബരിമല പ്രശ്ന സമയത്ത് വെറുതെ ആൾക്കാരുടെ മുമ്പിൽ കെട്ടി എഴുന്നള്ളിക്കാൻ ഓരോ ഷോ കാണിച്ചിട്ട് ഇപ്പം മെന്റൽ അസൈലത്തിലുണ്ട്. ഇതൊക്കെ എന്തായാലും അവിടെ ഉണ്ടാക്കി വെച്ചൊരു ചൈതന്യം ഉണ്ടല്ലോ. ഈ ചെയ്യുന്നത് ഇപ്പോൾ ഹിന്ദുക്കൾക്ക് ഇപ്പം അങ്ങനെയൊന്നും ഇല്ലല്ലേ. നമുക്ക് അമ്പലം അശുദ്ധമായാൽ ഒരു പുണ്യാഹം നടത്തിയാൽ ശുദ്ധമായിക്കോളും. ഇവർ വിചാരം എന്താ ആയുഷ്കാലം അതങ്ങനെ അശുദ്ധമായിട്ടിരിക്കുന്നതാണ്. അങ്ങനെയില്ല. അതുകൊണ്ടാണ് എന്താ പറയുന്ന അയ്യപ്പനെ കെട്ടാവല്ലോ ഇനി അശുദ്ധമായല്ലോ എന്നൊക്കെ പറഞ്ഞത്. ഇതൊക്കെ പറഞ്ഞതേ അപ്പം നമുക്കിപ്പോൾ അമ്പലത്തിൽ വെച്ച് കുട്ടികൾ മൂത്രമൊഴിച്ചു, എന്തെങ്കിലും ജന്തുക്കൾ എന്തെങ്കിലും ചെയ്ത് കഴിഞ്ഞാൽ എന്ത് ചെയ്താൽ മതി? ഒരു ശുദ്ധീകരണം നടത്തിയാലും അത് ശുദ്ധമായി. മനസ്സിലാകുന്നുണ്ടല്ലോ അല്ലേ? അതിനുള്ള വിധി അവിടെ പറഞ്ഞിട്ടുമുണ്ട്. അല്ലാണ്ട് എന്നീക്കും അശുദ്ധമാണെന്ന് പറഞ്ഞ പരിപാടി അവിടെ ഇല്ല. അത് ചെയ്യണം എന്നുള്ളതേ ഉള്ളൂ. ആ കർമ്മം അവിടെ ചെയ്യണം. അപ്പൊ ഇത് ക്ഷേത്രത്തിൽ പോകാനല്ല ഈ പറയുന്നത്. പിന്നെയോ നമുക്ക് വീട്ടിലിരുന്ന ആരാധനയ്ക്ക് ശുദ്ധം ഒക്കെ ചെയ്താൽ മതി. അതൊരു ഭാവം തന്നെയാണ്. അല്ലാണ്ട് എങ്ങോട്ട് പോകുന്നതല്ലാതെ വലത്തിൽ പോകാനുള്ളത്. ഓരോ ക്ഷേത്രത്തിലും ചെല്ലുമ്പോൾ അവിടുത്തെ രീതി എന്താണോ അതങ്ങ് അനുസരിച്ചേക്കണം. ഇപ്പോൾ പലരും ഞങ്ങളോട് തീർത്ഥാടനത്തൊക്കെ വരുന്നവർ ഓരോ അമ്പലത്തിൽ പോകുമ്പോൾ ഇവിടുത്തെ പ്രത്യേക വഴിപാട് എന്താണെന്ന് ചോദിക്കുന്നത് കേൾക്കാം. നിങ്ങൾ ഈ വഴിപാട് ചോദിക്കുന്നതിനേക്കാളും ഇവിടെ എങ്ങനെയാണ് തൊഴേണ്ടത്, ഇവിടുത്തെ രീതി എന്താണെന്ന് ചോദിക്കുക. എന്നിട്ടോ അവിടുത്തെ രീതിക്ക് അനുസരിച്ചിട്ട് നമ്മൾ പ്രവർത്തിക്കും. നമ്മൾ പറഞ്ഞിട്ടുള്ള കാര്യമാണ്, എന്നാലും ഇടയ്ക്കിടയ്ക്ക് ഓർപ്പിക്കണമല്ലോ. 12 ജ്യോതിർലിംഗങ്ങൾ ശിവനുണ്ട്. അതിലേറ്റവും പ്രമുഖനും പ്രശസ്തനുമാണ് വാരാണസിയിലെ കാശി വിശ്വനാഥൻ. കാശി വിശ്വനാഥൻ്റെ അവിടെ ചെന്ന് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അദ്ദേഹത്തിൻ്റെ ശിരസില് പാലോ വെള്ളമോ അഭിഷേകം ചെയ്യാം, തൊടുകയും ചെയ്യാം. അതിന് എനിക്ക് കുഴപ്പമൊന്നുമില്ല എന്നും പറഞ്ഞ് ഒരു ഗ്ലാസ് പാലുമായിട്ട് ഏറ്റുമാനൂർ ഓടി കയറിയാലോ? അത് അവിടെ ചെയ്യാമെന്നും ഇവിടെ ചെയ്യാൻ പറ്റില്ല എന്നും ആരറിഞ്ഞു വെക്കണം? നല്ലൊരു ഹിന്ദു അറിഞ്ഞു വെക്കണം. മനസ്സിലാവുന്നുണ്ട്? അല്ലാത്തവരെ ജന്തുക്കളുടെ ഗണത്തിൽപ്പെടുത്തും, അത്രേ ഉള്ള കാര്യം. അല്ലാതെ നമുക്ക് വേറെ മാർഗ്ഗമില്ല. കാരണം പ്രാകൃത ബുദ്ധിയാണ്. അവർക്ക് പറഞ്ഞു കൊടുത്താലും മനസ്സിലാവില്ല അല്ലേ? പാവം സന്യാസി ഒരു തേള് വെള്ളത്തിൽ കിടക്കുന്ന കണ്ടിട്ട് രക്ഷിക്കാം എന്ന് കരുതി 2 കൈ കൊണ്ട് കോരുമ. അതിനതിന് കുത്തുകയാണ്. ആർക്കിട്ട് കുത്തുകയാണ്? അപ്പോൾ ഒരു പയ്യൻ അതിനെ വന്നൊരു കമ്പ് കൊണ്ട് തോണ്ടി കളിയിട്ട് അത് മതി. എത്ര മതി? വലിയ സ്നേഹമൊന്നും ആരോടും വേണ്ട. ഇത്തരം തേളുകളോടും വിഷങ്ങളോടും വലിയ എന്തൊന്നും വേണ്ട, സ്നേഹമൊന്നും വേണ്ട എന്ന് പഠിപ്പിക്കും. ഒരകലത്തിൽ നിർത്തിയാൽ മതി. ആരെ? അത്തരക്കാരെ നമ്മളെ ഒരിത്തിരി അകലത്തിൽ നിർത്തിയാൽ മതി. വലിയ വിഷമാണ്. അതുകൊണ്ടാണ്. അപ്പം അങ്ങനെ നമ്മളും മമീഷകാലോചിത നിഷ്ഫലോകത, എൻ്റെ കാലം വെറുതെ പോയി. സുഖം അനുഭവിച്ചിട്ടും അതിൻ്റെ പുറകെ അലഞ്ഞും വെറുതെ പോയി. രാജാവായിരുന്ന സമയത്ത് ഞാൻ മറന്നാലും മറ്റുള്ളവർ ഓർപ്പിക്കും. ഇവിടെ ഇരുന്നിട്ട് നിങ്ങൾ പലതവണ കേട്ട് ഏതാണ്ട് ഉറപ്പിച്ചു. എന്തുറപ്പിച്ചു? ഞാൻ ശരീരമല്ല, മനസ്സല്ല, ബുദ്ധിയല്ല, ഉള്ളിലുള്ള ചൈതന്യമാണ്. മുഴുവനൊന്നും പിടികിട്ടിയില്ലെങ്കിൽ ഒരു പുക പോലെയൊക്കെ മനസ്സിലായതാണ്. അങ്ങനെ വീട്ടിൽ ചെന്ന് നമ്മളെ മക്കൾ അമ്മയെന്നോ മരുമക്കൾ അമ്മായി എന്നോ അമ്മാവാന്ന് വിളിക്കുമ്പോൾ നമ്മൾ ഇത് മറന്നു. ഏതുറക്കാൻ തുടങ്ങി? പറഞ്ഞ പോലെ ഞാനായിരുന്നു കേട്ടോ. അപ്പൊ ചുറ്റും നടക്കുന്നവര് എന്നെ തുരുതുരെ രാജാവെന്ന് വിളിച്ചപ്പോൾ ഞാൻ എന്ത് മറന്നുപോയി? ആത്മവസ്തുവിനെ മറന്നും പോയി. രാജാവാണെന്ന് ഭ്രമിച്ച് അതില് പ്രമത്തമുച്ചൈരിതി. എൻ്റെ ഈ ശരീരം ഉണ്ടല്ലോ, കളേപരേസ്മിൻ ഘടകുഡ്യസന്നിഭേ. ഘടം എന്ന് വെച്ചാൽ കുടം, കുഡ്യം എന്ന് വെച്ചാൽ മതില്. കുടം പോലെയും മതില് പോലെയും പഞ്ചഭൂതങ്ങളെ കൊണ്ട് നിർമ്മിച്ചതാണ് നമ്മുടെ ശരീരം. അത് നമുക്കറിയാം അല്ലേ? ഭൂമി, ജലം, അഗ്നി, വായു, ആകാശം. അതാണ് ഈ ശരീരം. ഈ ശരീരം ഉണ്ടല്ലോ, ഇത് ആകെ കുഴപ്പമാണ്. സ്വതവേ കുഴപ്പക്കാരനാണ്. ഇതെവിടെ ചെന്നാലും കുഴപ്പമാണ്. അങ്ങനെയും കൂടിയുണ്ട്. അതുകൊണ്ട് ഇതിനെ ഞാൻ വെറുതെ എന്ത് ചെയ്തു? നിരൂഢമാനോ നരദേവ ഇതി അഹം. ഞാൻ വെറുതെ ഭ്രമിച്ചു. ഇതിനെ രാജാവ് എന്ന് ഭ്രമിച്ചു. ഇവിടെ മന്ത്രിമാരൊക്കെ ഉണ്ടല്ലോ അല്ലേ? ആ കസേരയിൽ ഇരിക്കുന്ന കാലത്തേക്കേ ഉള്ളൂ. എന്തുണ്ട്?
അപ്പോൾ എൻ്റെ വലിയൊരു സുഹൃത്താണ് ഈ സുധാകരൻ മന്ത്രിയില്ലേ പഴയത്, അമ്പലപ്പുഴ 9 സപ്താഹം നടത്തുകയാണ്. ഞാൻ ഇടയ്ക്കിടയ്ക്ക് അദ്ദേഹത്തെ കാണാറുണ്ട്. അപ്പോൾ ഇങ്ങനെ വർത്തമാനം പറയും. ഇപ്പോൾ അതൊക്കെ പോയി, ഏത് പോയി, കൊമ്പൊക്കെ ഇറങ്ങി അതിലെ നടപ്പുണ്ട്. ഇപ്പോൾ ഒരു കുഴപ്പമില്ലാതെ ഇടയ്ക്ക് ഞങ്ങളവിടെ താമസിക്കുന്ന മുറിയിലൊക്കെ വർത്തമാനം പറയാറുണ്ട്. അപ്പം നല്ല രസമാണ്. ഇടയ്ക്ക് രാമായണം വായിക്കും. സ്വസ്ഥം. ആര് സ്വസ്ഥം? ഇതിലുള്ള അവസ്ഥ. അപ്പം ഇത് അവിടെ ഇരിക്കുന്ന കാലത്തൊക്കെ ഉള്ളൂ. ഏതിരിക്കുന്ന കാലത്തേക്കേ ഉള്ളൂ? നിരൂഢമാനോ നരദേവ ഇതി അഹം. നമ്മൾ തെറ്റിദ്ധരിക്കുകയാണ്. ഈ ശരീരത്തിനെയാണ് നമ്മൾ രാജാവെന്ന് വിളിച്ചത് എന്ന് തെറ്റിദ്ധരിച്ചതാണ് കളയപരം. ഈ ശരീരം സത്യത്തിൽ അതെന്താണ്? പഞ്ചഭൂതങ്ങളെ കൊണ്ടുണ്ടാക്കിയ ഒരു സാധനം അല്ലേ? ഈ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ത്വക്ക്, ചർമ്മം, മാംസം, രുധിരം, മേധസ്, മജ്ജ, അസ്ഥി. കേട്ടിട്ടുണ്ടോ? സപ്തധാതുക്കൾ എന്നാണ് പറയുന്നത് അല്ലേ? ത്വക്ക്, ചർമ്മം, മാംസം, രുധിരം, മേധസ്, മജ്ജ, അസ്ഥി. 7 ആയതല്ലേ? ചിലപ്പോൾ കുറഞ്ഞു പോയാ. അപ്പം അങ്ങനെ ഇതാണ് ഈ ശരീരം. ഈ പറഞ്ഞ സാധനമൊക്കെ ഓർമ്മ വരുന്നുണ്ടല്ലോ അല്ലേ? ഇതിലേതെങ്കിലും ഒന്ന് സ്പൂണിലെടുത്ത് തന്നാൽ നമ്മൾ വാങ്ങിക്കുമോ കയ്യിൽ? കേട്ടോ. എന്നാൽ ഇതെല്ലാം കൂടെ ശരീരമാക്കിയിട്ട് കുഴപ്പമില്ലാത്തൊരു കവർ ഇട്ട് തന്നപ്പോൾ കൊണ്ടു നടക്കുകയാണ്. ഏതെല്ലാം കൂടിയിട്ട്? ഈ പറഞ്ഞ സാധനം എല്ലാം കൂടിയിട്ട്. അതുകൊണ്ടാണ് നമ്മൾ പറയും ഇത് എവിടെ ചെന്ന് തൊട്ടാലും കുഴപ്പമാത്രേ. ഈ സാമ്പാറൊക്കെ ഉണ്ടാക്കുമ്പോൾ അതിൽ കിഴങ്ങ് കൈ കൊണ്ടെടുത്താലത്തെ അവസ്ഥ എന്താണ് അല്ലേ? അല്ലെങ്കിൽ ഈ ചക്ക വരട്ടി വെച്ചത് അത് സ്പൂണ് കൊണ്ടെടുത്താൽ കുഴപ്പമില്ല, പിന്നെ തവി കൊണ്ടെടുത്താൽ കുഴപ്പമില്ല. നമ്മൾ കൈയിട്ടെടുത്താലോ തീർന്നു, പിന്നെ അതിൻ്റെ പരിപാടി കഴിഞ്ഞു അല്ലേ? അത് ഈ ശരീരം എവിടെ ചെന്ന് തൊട്ടാലും കുഴപ്പമാണെന്ന് അത് പറഞ്ഞാൽ സ്പൂണിന് കുഴപ്പമില്ല, പിന്നെ ഇതിന് കുഴപ്പമില്ല. ഭയങ്കര അത്ഭുതം തന്നെയല്ലേ? നമ്മളാണ് സ്പൂണ് കഴുകി വെച്ചത്, നമ്മളാണ് തവി കഴുകി വെച്ചത്. എന്നിട്ട് സ്പൂൺ ഇട്ടെടുത്താൽ കുഴപ്പമില്ല, തവി ഇട്ടെടുത്താൽ കുഴപ്പമില്ല, നമ്മൾ കൈയിട്ടാലോ ആ സാധനം പോയിന്ന്. ഞങ്ങളുടെയൊക്കെ ചെറുപ്പത്തിൽ വീട്ടിൽ വലിയ കലത്തിൽ സാമ്പാറും ഇല്ല. അതാ പെട്ടെന്ന് ഞാൻ സാമ്പാർ ഓർത്തതേ. 10-12 പിള്ളേരുണ്ട്, ആകെ 2 ഉരുളക്കിഴങ്ങ് ഇട്ടേക്കുന്നതേ. ഇത് മുറിച്ചാൽ എന്ത് കാണാനാണ്? അത് ഉടഞ്ഞു പോയാൽ കഴിഞ്ഞു. നമ്മുടെ കുട്ടികൾക്കൊക്കെ എന്ത് വേണം താനും? ആ ഉരുളക്കിഴങ്ങ് വേണം. ഇത് കൊണ്ടുവെക്കുമ്പോൾ തന്നെ എല്ലാവരും ഒരു ചാട്ടമാണ് അതിനകത്തോട്ടേ. അപ്പോൾ അടി വേറെ കിട്ടും തവിക്കണമുണ്ടേ. കാരണം ഇത് പിന്നെ വൈകിട്ടത്തേക്ക് ഇരിക്കില്ല, അതാണ് കാര്യം. ലേറ്റായിട്ട് വരും അമ്മമാരൊക്കെ, മടത്തിൽ നിന്നൊക്കെ വരും. അവർക്ക് ഇത് കാണില്ല, കൂട്ടാൻ ചീത്തയാണ് പെട്ടെന്ന്, അതിനടി വേറെ കിട്ടും. അത് പെട്ടെന്ന് ഞാൻ സാമ്പാർ ഓർത്തത്. ഇത് പറഞ്ഞു വന്നത് ഈ ശരീരം എവിടെ ചെന്ന് തൊട്ടാലും കുഴപ്പമാണ്. പിന്നെ നമ്മളിത് കാര്യം പറഞ്ഞത് ഈ നമ്മൾ ഇപ്പോൾ ഓരോ ദിവസവും ഉടുക്കുന്ന ഡ്രസ്സ് നല്ലപോലെ തേച്ച് മടക്കി അലക്കി അലമാരിക്കകത്ത് വെച്ചെന്നിരിക്കട്ടെ, പാറ്റാവളിയൊക്കെ ഇട്ട് വയ്ക്കുക. ഇടുന്നില്ല എന്നിരിക്കട്ടെ, എന്നാലും 10-15 വർഷം കഴിഞ്ഞാലും അത് സുഖമാണ് അല്ലേ? അതെടുത്ത് ഇങ്ങനെ നമ്മൾ മുഖമൊക്കെ ചേർത്ത് പിടിച്ചാൽ പാറ്റാവളിയുടെ മണവും കാര്യങ്ങളൊക്കെ ആയിട്ട്. ഇനി അയലിട്ടെന്നിരിക്കട്ടെ, നനച്ച് തേച്ച് മടക്കിയിട്ട് കുറച്ചു കാലം അവിടെ കിടക്കും. എവിടെ കിടക്കും? അയലും കിടക്കും. ഇനി നമ്മളിട്ടെന്നിരിക്കട്ടെ, ഏത് രാവിലെ മുതൽ വൈകുന്നേരം വരെ ഇട്ട് നമ്മളിട്ട് ഊരിയാൽ ഇങ്ങനെ പിടിച്ചോണ്ട് പോകും. പിന്നെയോ ഇട്ടിട്ടും കുഴപ്പമില്ല. ഏത് തൊട്ടപ്പോഴാണ് കുഴപ്പം? ഈ സാധനം എവിടെ ചെന്ന് തൊട്ടാലും കുഴപ്പമാണ്. ഏത് സാധനം? അതാണ് ഇത് പഠിക്കേണ്ട. ഇതാണ് ഈ കൊണ്ടു നടക്കുക. ആരെങ്കിലും വന്ന് മുട്ടി നീങ്ങിയിരിക്കാൻ പറ്റില്ല. ഈ സാധനം തൊട്ടാൽ ചെയ്ഞ്ഞു പോകുന്ന സാധനമായിട്ട് നടത്തിയിട്ട് അതിന്റെ ഭാവം കണ്ടാലോ? അതാണ് കളേബരേസ്മിൻ ഘടകുഡ്യ സന്നിഭേ നിരൂഢമാനോ നരദേ വൈദ്യഹം. എന്നിട്ടോ മൃദോ രഥ ഇഭ അശ്വപദാത്യനീകവൈഹി. ഇപ്പെന്ന് വെച്ചാൽ ആനയാണ്. ഇങ്ങനെ ഇതൊക്കെ കൂടെ നടക്കുന്നതുകൊണ്ട് നമ്മൾ വെറുതെ തെറ്റിദ്ധരിച്ചു, ഞാൻ ആരാണെന്ന്, രാജാവാണെന്ന് തെറ്റിദ്ധരിച്ചു. എന്നിട്ട് ഇതിൽ അഹങ്കരിക്കുകയായി. പ്രമത്തമുച്ചൈരിതികൃത്യ ചിന്തയ പ്രവൃദ്ധലോഭം വിഷയേഷു ലാലസം. ഇതിലൊക്കെ അഹങ്കരിച്ചിട്ട് നമ്മൾ സുഖവും ദുഃഖവും മാറി മാറി അനുഭവിച്ചുകൊണ്ടിരിക്കും. ഒന്നും എടുക്കുമ്പോൾ വേറെ ഒന്ന്. ഉണ്ണിയുണ്ടായി വേൾപ്പിച്ചതിനൊരു കാര്യം മനസ്സിലായില്ല അല്ലേ? അങ്ങനെ ഒന്നിനു പുറകെ ഒന്നായിട്ട് സുഖങ്ങളൊക്കെ അനുഭവിച്ച് ആരെ മാത്രം ഓർക്കുന്നില്ല? ഭഗവാനെ മാത്രം ഓർക്കുന്നില്ല. ഭഗവാൻ അതുകൊണ്ട് ഒരു സഹസാഭിപത്യസേ, വിശന്നു വലഞ്ഞ പാമ്പ് എങ്ങനെയാണോ എലിയെ പിടിക്കുന്നത്, അതുപോലെ ആര് വന്ന് പിടിക്കും നമ്മളെ? ഭഗവാൻ കാലമായിട്ട് വന്ന് പിടിക്കും. അതുവരെ ഉള്ളൂ ഈ കളിയൊക്കെ അല്ലേ? ഇന്നലെ നമ്മൾ ബലൂണിനിട്ട് കുത്തു കിട്ടുന്ന കഥ പറഞ്ഞാണല്ലേ? ആ ബലൂണിൻ്റെ ഓട്ടവും ബേളൊക്കെ എത്ര വരെ ഉള്ളൂ? നല്ലൊരു കുത്തു കിട്ടുന്നത് വരെ ഉള്ളൂ. അതുപോലെയാണിത്. ഈ രാമായണത്തില് ചക്ഷുശ്രവണകളസ്തമാം ദർദുരം
ഭക്ഷണത്തിന് അപേക്ഷിക്കുന്നത് പോലെ. എന്ന് വെച്ചാൽ എന്താണ് അവിടെ പറഞ്ഞത്? ദർന്ന് വെച്ചാൽ തവള. തവള അതിലെതിരെ പോകുന്ന പ്രാണികളെയൊക്കെ നക്ക് നീട്ടി പിടിക്കുകയാണ്. പക്ഷെ ആളിരിക്കുന്നത് പാമ്പിൻ്റെ വായിലാണ്. അപ്പം ഇനി തവള എത്ര കഴിച്ചാലും ഇതിന് ആർക്കാണ് ലാഭം? കണ്ട. ഇതുപോലെയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? ഭഗവാനെ മറന്നിട്ട് പല പല സുഖഭോഗങ്ങൾക്ക് പുറകെ അലയുന്നത്. ഭാഗവത്തിൽ പറഞ്ഞ ഉദാഹരണം എന്താണ്? ഒരു എലി, അഹു എന്ന് വെച്ചാൽ എലിയാണ്. അഹു എന്ന് വെച്ചാൽ എലി, അഹി എന്ന് വെച്ചാൽ പാമ്പ്. അപ്പോൾ വിശന്ന് വലഞ്ഞ പാമ്പ് എലിയെ പിടിക്കുന്നത് പോലെ കാലാഹിന കാലമാകുന്നു ക്ഷുല്ലേലിഹാനോ അഹി ഇവ അഖും അന്തക. അഖു എന്ന് വെച്ചാൽ എലിയാണ്. വിശപ്പ് കൊണ്ട് വലഞ്ഞ പാമ്പ് എലിയെ പിടിക്കുന്നത് പോലെ കാലം നമ്മളെ വന്ന് പിടിക്കും എന്ന് പറഞ്ഞു. പിന്നെ പറയുന്നത് എന്താണ്? ഇനിയിപ്പോൾ എളുപ്പം പറയാം. പണ്ട് ഞാൻ ഭൂമിയിൽ രാജാവായിട്ട് അഹങ്കരിച്ചു, ദേവലോകത്ത് പോയപ്പോൾ അവിടെ ഒരുപാട് സുഖങ്ങൾ കിട്ടി, അതിൽ അഹങ്കരിച്ചു, അല്ലേ? എന്നിട്ടോ 8 ദിക്കും ജയിച്ചത്ര. നിർജിത്യതിക്രമബോധ വിഗ്രഹോ പരാസനസ്ഥ സമരാജവന്ദിത. അപ്പോൾ എവിടെ ചെന്നാലും ആൾക്കാർ സീറ്റൊക്കെ ഇട്ട് തരും നമുക്ക് ഇരിക്കാനായിട്ട്. ഇനി അതില്ലെങ്കിൽ നമുക്കൊരു വിഷമാണല്ലേ? നമ്മളെ വേണ്ടത്ര ബഹുമാനിച്ചില്ലെങ്കിൽ നമുക്കൊരു വിഷമാണ്. അത് പഴയ ബ്രാഹ്മണർ അത് പോകാനായിട്ട് ശ്രമം നടത്തുമായിരുന്നു. അവർ നിലത്തിരുന്ന് ഭക്ഷണം കഴിക്കും, ലളിത ജീവിതം നയിക്കും, അല്ലേ? ഇന്നലെ പെൺമണിമാർ രണ്ടുപേരും വന്നത് കണ്ടത് അല്ലേ? വീട്ടിലെങ്ങനെയാണ്? അങ്ങനെ ഒരു കാവ്യ കൊണ്ടെടുത്തു, ഒരു തോർത്തും തോളത്തിലിട്ട് വന്നു, പറഞ്ഞിട്ട് പോയി, അല്ലേ? എന്നാൽ പറയാൻ കാര്യമായിട്ടൊന്നും ഇല്ലാത്ത ആൾക്കാർ എന്ത് ചെയ്യും? നല്ല വേഷ്ടിയൊക്കെ ഇട്ട് കാര്യമൊക്കെ പോകാതെ വൃത്തിയായിട്ട് വെച്ച് ഏതേ കളിക്കും. ആ വിളിച്ചാൽ കുഴപ്പമാണ്, ബാക്കിയൊക്കെ റെഡിയാണ്, അല്ലേ? അതിലാണ് കളി മുഴുവനും. അവർക്ക് അതിൻ്റെ ആവശ്യമില്ല. കാരണം എന്താ? ഉള്ളിൽ കാമ്പുള്ളത് കൊണ്ട് പുറമേക്ക് കളിക്കേണ്ട കാര്യം ഇല്ല. മനസ്സിലാവുന്നുണ്ടല്ലോ അല്ലേ? അപ്പം ഇതുപോലെയാണിത്. നമ്മൾ വേണ്ട സ്ഥലത്ത് നിന്നിട്ട് അർഹതപ്പെട്ട കസേര കിട്ടിയില്ലെങ്കിൽ ഒരു വിഷമം, അല്ലേ? എല്ലാവർക്കും കസേര ഇട്ട് കൊടുത്ത് എനിക്ക് മാത്രം എന്ത് കിട്ടിയില്ല? അതിനാദ്യം നിലത്തിരുന്നങ്ങ് ചിരിച്ചേക്കണം. തീർന്നില്ലേ കാര്യം? എവിടെ ഇരുന്ന് ചിരിച്ചാൽ മതി, അപ്പോൾ കുഴപ്പമില്ലല്ലോ. അപ്പം അങ്ങനെ അഹങ്കരിച്ച് നടന്ന കാലം എന്നോർത്തതാണ്. ഇനി അത് മലയാളത്തിൽ പറഞ്ഞ് എങ്ങനെ പറയണം? നമുക്ക് എളുപ്പമുള്ള കഥ നിങ്ങൾ പറയുമ്പോൾ ഓർമ്മ വരും. ചില തഹസീൽദാർമാർ, വില്ലേജ് ഓഫീസർമാർ, അങ്ങനെ കണിശക്കാരായിട്ടുള്ള ആൾക്കാരുണ്ട്. നിയമം ഒരു തെറ്റാൻ സമ്മതിക്കില്ല. ആരെങ്കിലും ക്ലർക്കുമാരോ ഒക്കെ എന്തെങ്കിലും കുഴപ്പം കാണിച്ചാൽ പേപ്പറൊക്കെ വലിച്ചെറിയും. ഇത്തിരി കോപിഷ്ഠരും കൂടിയാണ്. ഒരു തരത്തിലും തെറ്റാൻ സമ്മതിക്കില്ല. അങ്ങനെ ഓഫീസ് അടക്കി ഭരിച്ചിരുന്ന വില്ലേജ് ഓഫീസർ കുറേ കഴിയുമ്പോൾ ഇയാളെ കടുവയെന്നോ പുലിയെന്നോ ഒക്കെയാണ് ആര് വിളിക്കുക? ഓഫീസിൽ വിളിക്കുക, അല്ലേ? അതുകൊണ്ട് എല്ലാവർക്കും പേടിയാണ്. ഇയാളുടെ ഓഫീസിൽ കയറുന്നതിന് നല്ല നേരം നോക്കിയിട്ടാണ് കയറുന്ന ആൾക്കാർ. അങ്ങനെ ഒരു ശനിയാഴ്ച ദിവസം ഇദ്ദേഹം അവധിയായിരുന്നു ഓഫീസിൽ. അപ്പോൾ അത്യാവശ്യപ്പെട്ട ഒരു ഫയൽ ഇദ്ദേഹം ഒപ്പിടേണ്ടതുണ്ട്. അത് വരികയും ചെയ്തു മേളിൽ നിന്ന്. അപ്പോൾ അത് ഈ പ്യൂണിനോട് ക്ലർക്ക് പറഞ്ഞു, താനൊന്ന് അങ്ങേരുടെ വീട്ടിൽ കൊണ്ടുപോയി ഒപ്പിടിച്ചിട്ട് വാ. ആരുടെ വീട്ടിൽ? കടുവയുടെ വീട്ടിൽ കൊണ്ടുപോയി ഒപ്പിടിച്ചിട്ട് വരാൻ പറഞ്ഞു. ആദ്യം മടിച്ചെങ്കിൽ അത്യാവശ്യമുള്ളതായതുകൊണ്ട് പാവം പ്യൂൺ എവിടെ പോയി? മുമ്പിൽ ഇരുന്ന് കോളിംഗ് ബെല്ലൊക്കെ അടിച്ചപ്പോൾ ഭാര്യ പുറത്തു വന്നു. സാറിന് എന്ന് കാണണം. ഭാര്യ തന്നെ പേടിച്ചിട്ടാണ് പറയുന്നത്. എന്ത് പേടിച്ചിട്ട്? ഞാനങ്ങും ആ മുറിയിൽ കയറില്ല, എന്നെ തന്നെ എടുത്ത് ഓടിക്കും കടുവയെ എന്ന് ഭാര്യ പറഞ്ഞു. ഇയാൾ തിരിച്ചു പോന്നപ്പോഴാണ് ഇയാൾ ഓർത്തത് അത്യാവശ്യമുള്ളതാണ്. ഇത് ഒപ്പിട്ടില്ലെങ്കിൽ ഓഫീസിന് കുഴപ്പമാണ്, അയക്കും കുഴപ്പമാണ്, ഓഫീസർക്കും കുഴപ്പമാണ്. അതുകൊണ്ട് ഇയാൾ വീടിൻ്റെ പുറകിൽ ചെന്നിട്ട് മതിലിയാണ് പ്യൂണ്. എന്നിട്ടോ ഈ ഇങ്ങനെ ഇരുന്ന് ഓഫീസ് ഫയൽ നോക്കുന്ന മുറിയുടെ ജനൽ തുറന്ന് നോക്കിയപ്പോൾ കടുവ തുണി നനയ്ക്കുകയാണ്. എവിടെ ഇരുന്നിട്ട്? അതായത് ഇയാളുടെ കടുവാപ്പണിയൊക്കെ എവിടെ പറ്റുള്ളൂ? ഇവിടെ വന്നാൽ എന്താണ് പരിപാടി? നിലം തുടയ്ക്കുക. അവധിയെടുത്ത് നിലം തുടയ്ക്കാൻ ഏൽപ്പിച്ചേക്കാണ്. ആര്? ഇപ്പം തുടയ്ക്കണം, വേണ്ട, തുണി നനച്ചിട്ട് എന്ത് ചെയ്താൽ മതി എന്നാണ് പിടിയിട്ടുന്നുണ്ടല്ല. അത് അവിടെ ഇരുന്ന് എന്നെ തുറിച്ച് നോക്കണ്ടെന്നാണ് പറഞ്ഞു വന്നതേ. കാരണം ഇത് അടുത്ത വരി ശ്രദ്ധിച്ചാൽ മനസ്സിലാവും. ഗൃഹേഷു മൈഥുന്യ സുഖേഷു യോഷിതാം ക്രീഡാമൃഗ. സ്ത്രീകളുടെ കളിപ്പാ പോലെയാണ് അത്രേ. അങ്ങനെ എന്നെ ആക്കരുത് എന്നാണ് ആര് പറഞ്ഞത്? മുചുകുന്ദൻ പറഞ്ഞത്. അപ്പോഴാണ് മുചുകുന്ദൻ ഓർത്തത്, ഭഗവാനെ കണ്ടല്ലോ, ഇനി ഭഗവാൻ എന്തെങ്കിലും വരം തരും. വരം തന്നാലും കുഴപ്പമാണ്, വീണ്ടും നമ്മൾ കുഴപ്പത്തിൽപ്പെടും. അതുകൊണ്ട് നേരത്തെ കയറി പറയാണ്, ഒരു വരം തന്നേക്കരുതേ. ആരോട് പറയാണ്? ഭഗവാനോട്. വരം തന്നാലോ അതെന്നെ കുഴപ്പത്തിൽ പെടുത്തും. അതുകൊണ്ട് കൂടുതൽ ബന്ധനമുണ്ടാക്കുന്ന ഒരു വരവും എനിക്ക് വേണ്ട. എന്തൊരു ധൈര്യമാണെന്ന് നോക്കിയേ. നമ്മളാളൊന്ന് വരാൻ നോക്കിയിരിക്കുകയാണ് അല്ലേ? എന്തിനായിട്ട്? ലിസ്റ്റ് വരെ എഴുതി വെച്ചിരിക്കുകയാണ് ചോദിക്കാനായിട്ട്, മടിയിൽ മറക്കാതെ കൊണ്ടു നടക്കുകയാണ്. അപ്പോഴാണ് മുചുകുന്ദൻ ഭക്തൻ പറഞ്ഞ എന്താണ്? എനിക്ക്
ഒരു വരവും വേണ്ട. കാരണം അയാൾക്ക് മനസ്സിലായി ശരീരം കൊണ്ട് അനുഭവിക്കാവുന്ന ഇഹ പരസുഖങ്ങൾ, ഭൂമിയിൽ കിട്ടാവുന്നതും പരലോകത്ത് സ്വർഗത്തിൽ കിട്ടാവുന്നതും മുഴുവനും അനുഭവിച്ച് കഴിഞ്ഞു. ഇനി ഒന്നും തന്നെ അയാളെ ഭ്രമിപ്പിക്കുന്നില്ല. നിങ്ങൾ കേട്ടു ഇഹപര സുഖം എന്ന് പറഞ്ഞതാണ്. ഇതൊന്നും ഭ്രമിപ്പിക്കുന്നില്ല എന്ന് ഉറപ്പിച്ചു. അതുകൊണ്ട് അയാൾക്ക് ആര് മാത്രം മതി? ഭഗവാനെ മാത്രം മതി. ഇത് നമുക്കൊരു കൊതി ഉണ്ടാക്കാനാണ്. എന്നെങ്കിലും ഒരിക്കൽ നമുക്ക് എന്ത് തോന്നണം? ഈ കയ്യിലുള്ള എൻ്റെ എന്ന് നമ്മൾ കരുതുന്ന എല്ലാ വസ്തുക്കളും ഇത്രയ്ക്കൊക്കെ ഉള്ളൂ എന്നും ഇതിനൊക്കെ ഉപരിയായിട്ട് നിരന്തര ചൈതന്യമായിട്ട് നിരന്തരം സ്വയം ജ്യോതി അണിമാനം അഖണ്ഡിതം. കപിലോപദേശത്തിൽ ആദ്യം പറഞ്ഞു തുടങ്ങിയതാണ്. നിരന്തരമായിട്ട് ജ്വലിക്കുന്ന തേജസ്സായിട്ട് ഉള്ളിൽ ആരുണ്ട്? ഭഗവാനുണ്ട്. ആ ഒരു പ്രകാശം മതി നമുക്ക് സ്വസ്ഥമായിട്ടിരിക്കാൻ. അതിന് പകരം നമ്മൾ എന്തിനെ ആശ്രയിക്കുകയാണ്? അല്ലേ? മധ്യാഹ്നാർക്ക പ്രകാശമിരിക്കവേ ഖദ്യോദത്തയോ എവിടെ കേട്ടിട്ടുണ്ട്? നല്ല കാര്യം, ഈണത്തിൽ പറഞ്ഞാൽ ശരിയായിരിക്കും അല്ലേ? മധ്യാഹ്നാർക്ക അപ്പം മനസ്സിലായിരുന്നു. ഖദ്യോദത്തയോ, സൂര്യൻ കത്തി നിൽക്കുമ്പോൾ ഈ ചെറിയ മുത്തും പവിഴവും പ്രകാശത്തിന് വെക്കേണ്ട കാര്യമുണ്ടോ? അല്ലേ? സൂര്യൻ കത്തി, അതുപോലെ ഉള്ളിൽ ആര് കത്തി ജ്വലിച്ച് നിൽപ്പുണ്ട്? ആ ഭഗവത് ചൈതന്യം കത്തി ജ്വലിച്ച് നിൽക്കുമ്പോൾ മറ്റു വസ്തുക്കളെ ആശ്രയിക്കേണ്ട എന്നാണ് പറഞ്ഞു വന്നത്. ഭയം ഉണ്ടാവാതിരിക്കാൻ കയ്യിൽ ചരട് കിട്ടുക, വീട്ടിന് കുഴപ്പമുണ്ടാകാതിരിക്കാൻ എന്ത് വെച്ചേക്കുക? ചക്രോ. എല്ലാത്തിൻ്റെയും മേളിൽ കൂടിയാണ് വെള്ളം കയറി ഇറങ്ങിപ്പോയത്, ഇതിൻ്റെ മേളിൽ കൂടെ. എന്നിട്ട് നമ്മളെന്ത് പഠിക്കുന്നില്ല? തകിട് കെട്ടുക. ഇതൊക്കെ വല്ലാത്ത ഭ്രമത്തിലാണ് മനുഷ്യരെ. നമ്മളെന്തെല്ലാം പറഞ്ഞാലും നമ്മുടെയൊക്കെ ചെറുപ്പത്തിൽ മര്യാദയ്ക്ക് പോണ വഴിക്ക് കടയിൽ നിന്ന് പേനയും പെൻസിലും മേടിച്ച് പരീക്ഷ എഴുതിയിരുന്നവര് മക്കൾക്ക് പൂജിക്കാൻ ക്യൂ നിൽക്കുകയാണ്. ഏത് പൂജിക്കാൻ? നമ്മളെങ്ങനെയാണ് ചെറുപ്പത്തിൽ പരീക്ഷ എഴുതിയത്? കണ്ട. പിന്നെ ആരെ നിങ്ങളോട് പറഞ്ഞ പൂജിച്ചാൽ ശരിയാവുന്നത്? മുമ്പേ ഗമിച്ചീടിന് അത്രേ ഉള്ളു കാര്യം. ഈ കുട്ടികളുടെ കാര്യം പോട്ടെ, ഇത്രയൊക്കെ ഉള്ളൂ എന്ന് വെക്കാം അല്ലേ? ഞാനെപ്പോഴും ഓർക്കാറുണ്ട്, ഈ ഇപ്പം ജിമ്മിലൊക്കെ പോയിട്ട് തടിമാടന്മാരാണുങ്ങളുണ്ടല്ലേ, ഡിഗ്രിയൊക്കെ ആയി കഴിഞ്ഞ് ജിമ്മിലൊക്കെ പോയി നല്ല തടിമാടന്മാരുണ്ട്. അപ്പം ഇവന്മാർ അമ്പലത്തിലൊക്കെ വന്ന് ഷർട്ട് ഊരിയ ശരീരം മുഴുവൻ തകിടും ചരടുക. കയ്യേല് 2, കഴുത്തേല് 2, അരേല് 2. ഇവരിതാരെയെ പേടിക്കുന്നത്? ഈ മസിൽബാന്മാർ അല്ലെങ്കിൽ ഫയൽവാന്മാർ. അവർക്കും ഭയാത്രേ. നമ്മളൊരു ഭ്രമം ഉണ്ടാക്കുകയാണ്. അതുകൊണ്ട് പറഞ്ഞാൽ നമ്മളൊരു ഭ്രമം ഉണ്ടാക്കുക. ഈ ചരടൊക്കെ കയ്യെ കെട്ടുന്നത് കുഴപ്പമുണ്ടെന്നല്ല പറഞ്ഞത്. ഇത് രക്ഷിക്കുന്നു പഠിക്കേണ്ടെന്നാണ്. കാരണം തിരക്കെട്ട് ഇരുട്ടത്തോടെ പോകുന്ന നമ്മൾ ഈ ചരട് രക്ഷിക്കുമെന്ന് വിചാരിച്ച് പോയാൽ എങ്ങാനും ചരട് പൊട്ടിപ്പോയത്തെ അവസ്ഥ എന്താണ്? പൂജിച്ചുകൊണ്ട് പോയ പേന പരീക്ഷയ്ക്ക് തെളിഞ്ഞില്ലെടുത്ത കുഴപ്പം എന്താവും? പഠിച്ചതൂടെ മറന്നു പോകും അല്ലേ? ഒന്നാമത് പൂജിക്കാനുള്ള പേനയായതുകൊണ്ട് വാങ്ങിക്കുന്ന അമ്മ എഴുതി നോക്കില്ല, അച്ഛൻ എഴുതി നോക്കില്ല. കടക്കാരോട് പ്രത്യേകം പറയും, മോന് പരീക്ഷ പൂജിക്കാനുള്ള. അതുകൊണ്ട് അയാളും ഒട്ടും എഴുതില്ല, അത് കൊണ്ടുപോകാൻ പറയും. പൂജിക്കുന്ന സമയത്ത് ശാന്തിക്കാരൻ എഴുതി നോക്കുമോ? ഇല്ല. ഇത് ആദ്യം എഴുതുന്ന എപ്പോഴായിരിക്കും? തെളിഞ്ഞില്ലെങ്കിലോ കഴിഞ്ഞു, പരിപാടി തീർന്നു. പഠിച്ചു വന്നതും കൂടി കുഴപ്പത്തിലാവും. മനസ്സിലാവുന്നുണ്ടല്ലേ ഇത്? അതുകൊണ്ട് എന്ത് പറഞ്ഞാൽ മതി? പേനയിലുള്ള ഭഗവാൻ അല്ല രക്ഷിക്കുക. എവിടെയുള്ള ആളാണ് രക്ഷിക്കുക? ഉള്ളിലുണ്ടെന്ന് പഠിപ്പിക്കുക. അവിടെ ഇവിടെ ഉണ്ടെന്നല്ല പഠിപ്പിക്കേണ്ടത്. ആദ്യത്തെ ദിവസം മുതൽ മാറി മാറി നമ്മൾ പറയുന്നുണ്ട്, എല്ലായിടത്തും എല്ലായ്പ്പോഴും ഒരേപോലെയുള്ള വസ്തുവാണ് ഭഗവാൻ. അത് തന്നെയാണ് ആരുടെ ഉള്ളിലുള്ളത്? ശബ്ദം പറഞ്ഞോ? നമ്മുടെ ഉള്ളിലുള്ളത്. തൽക്കാലത്തേക്ക് നമ്മളതിനെ എന്ത് വിളിച്ചെന്നേ ഉള്ളൂ? ഞാനെന്ന് വിളിച്ചെന്നേ ഉള്ളൂ. എന്താ അങ്ങനെ വിളിക്കാൻ കാര്യം? അജ്ഞാനം കൊണ്ടാണ്. അതൊന്ന് പോയാൽ മതി. ഏത് പോയാൽ മതി? അജ്ഞാനം പോയാൽ മതി. ഇത്ര ലളിതമായ കാര്യത്തിനെയാണ് പറഞ്ഞ് വഷളാക്കി അല്ലേ? പറഞ്ഞപ്പോൾ എളുപ്പം കഴിഞ്ഞല്ലേ? അത് വേറെ കാര്യം. ആകെ നമ്മൾ എന്ത് ചെയ്താൽ മതി? ഞാനും ആ ഭഗവാനും ഒന്നാണെന്ന് ഉറപ്പിക്കുക. അപ്പം എന്തായി? സപ്താഹം തീരുമ്പോൾ നമ്മളാകുന്ന ഉപ്പുപാവ എങ്ങോട്ട് ചാടിക്കഴിയും? അതാണ്. ഇതിനൊന്നുമില്ല. സുഖവും ദുഃഖവും ഒരുപോലെ കാണുകയും ചെയ്യും. അതിലേക്കാണ് ഭാഗവതം നമ്മളെ സ്വാഗതം ചെയ്യുക. മുചുകുന്ദൻ്റെ സ്തുതിയിലൂടെ നമുക്കിത് പറയാം എന്ന് കരുതി തന്നെയാണ് ഓർത്ത് പറഞ്ഞത്. എന്നിട്ടാണ് നമ്മൾ ഏകാദശ സ്കന്ധത്തിൽ കടന്നത്. അവിടെ ഏകാദശ സ്കന്ധത്തിന് ഞാൻ നോക്കുമ്പോൾ 5 മിനിറ്റുകളുണ്ട്. 9:15 തീർന്നെന്ന് ഞാൻ വിചാരിച്ചത്. നോക്കിയപ്പോൾ എത്ര മിനിറ്റുകളുണ്ട്? 5. എന്നാ ഒന്നുകൂടെ പറഞ്ഞേക്കാന്നാണ്. പണ്ടൊക്കെ ഈ പാമ്പിനെ തല്ലി കൊല്ലുമ്പോഴേ ചെറുപറ കുറേ അടിയടിക്കും, ഇത് മാറി നിൽക്കും. അന്നങ്ങുന്നുണ്ടെങ്കിൽ ഒരടി കൂടെ കൊടുക്കും. അവനെ പറഞ്ഞ് തീർത്ത് കഴിഞ്ഞിട്ട് നിങ്ങളെ നോക്കി കുഴപ്പമില്ലല്ലോ, എന്നാൽ പിന്നെ എന്തുകൂടെ കൊടുത്തേക്കാം. അപ്പൊ ഏകാദശ സ്കന്ധം 31 അധ്യായം
മുക്തി എന്ന ലക്ഷണമാണ്. മുക്തി എന്നാണ് ലക്ഷണം. അതിൽ ആദ്യത്തെ അധ്യായത്തിൽ കാണാം, നാരദൻ തുടങ്ങിയ ഋഷിമാർ ഇടയ്ക്കിടയ്ക്ക് ദ്വാരകയിൽ വരും. അപ്പോൾ പിണ്ടാരകം എന്ന ഒരു ഗ്രാമത്തിലൂടെ വേണം പോകാൻ. അവിടെ ഭഗവാന്റെ മക്കൾ കൂടി കൂടി നിൽക്കുകയാണ്. ആ കൂട്ടത്തിൽ സാമ്പനുണ്ട്. ഇത്തിരി മദ്യവും കഴിച്ചിട്ടുണ്ടല്ല. സാമ്പനെ അവരെല്ലാവരും കൂടി ഒരു പെൺവേഷം കെട്ടിച്ചിട്ട് മറ്റുള്ളവർ ഋഷിമാരോട് ഇത് ചോദിച്ചു, അവിടെ പ്രസവിച്ചാൽ എന്തുണ്ടാകും? അപ്പം ഋഷിമാർക്ക് മനസ്സിലായി ഇത് കുലം നശിക്കാനുള്ള ഭഗവാന്റെ ഇച്ഛയാണ് കളിക്കുന്നത് എന്ന് മനസ്സിലായി. മുസലം കുലനാശനം എന്ന് പറയുകയും ചെയ്തു. അപ്പോൾ അങ്ങനെ സാമ്പൻ ഒരു ഇരുമ്പൊലൊക്കെ പ്രസവിച്ചു. എന്നിട്ടോ ഇവരിതുകൊണ്ട് ഉഗ്രസേന രാജാവിനെ കാണിച്ചു. പരിഭ്രമിച്ചിട്ടേ അദ്ദേഹത്തെ പറഞ്ഞു, കൃഷ്ണനോട് പറഞ്ഞു, ഇല്ല നന്നായി. അത് അത്തരം സമയത്ത് ആരും ഓർമ്മ വരില്ല. അല്ല, രാവണൻ പലരും പറഞ്ഞിട്ടും കേട്ടില്ല എന്നാണ്. ദുര്യോധന എത്ര പേര് ഉപദേശിച്ചു. കാലം അനുകൂലമല്ലാത്തപ്പോൾ സജ്ജനങ്ങളുടെ ഉപദേശം സ്വീകരിക്കില്ല, അല്ലേ? പലരും ഞാൻ കാണാറുണ്ട് അങ്ങനെ. ഈ അവിടുന്ന് ഇവിടുന്നൊക്കെ കടം മേടിച്ച് നിക്കക്കള്ളിയില്ലാതെ കുഴപ്പമാകുമ്പോഴും നമ്മളോർക്ക് എന്നാൽ ഞങ്ങളോട് ആരുടെയെങ്കിലും ഒന്ന് പറഞ്ഞിരുന്നെങ്കിലോ, ചുമ്മാ പോകുന്ന ട്രെയിനിൻ്റെ അടിയിൽ പോയി നിൽക്കുക, അല്ലേ? അതൊന്നും ആരോടും പറയത്തുമില്ല. ഇവിടെയൊക്കെ ഇത്തിരി കടം ഉണ്ടാക്കിയ ആൾക്കാരോട് ഞാൻ പറയാം, നിങ്ങൾ വേറെ എവിടെയെങ്കിലും പോകും, കേരളത്തിന് പുറത്ത് എവിടെയെങ്കിലും പോകും, കുറച്ച് കാലം ജോലി, 1 വർഷം 2 വർഷം, നാട്ടിൽ ചിലപ്പോൾ ചീത്ത പറഞ്ഞേക്കാം, കുറച്ച് പൈസ ഉണ്ടാക്കി വരിക. ഇപ്പോൾ 10,000 കൊടുക്കാനുള്ള ആൾക്ക് 500 രൂപ കൊടുത്തിട്ടായാലും ബാക്കി തരാം എന്ന് പറഞ്ഞ ഒരു മര്യാദയുണ്ടല്ലോ, അല്ലേ? അതിന് പകരം ഈ കാണിച്ചു കൂട്ടുന്നതോ പോയി ആത്മഹത്യ ചെയ്യുക, മക്കളെയും കൂടെ കൂട്ടിയിട്ട് ചത്ത് കളയുക, അല്ലേ? അതുകൊണ്ട് പറഞ്ഞാൽ, കാരണം ജീവിതത്തിൽ എല്ലാ പ്രശ്നത്തിനും ഒരു മറുമരുന്ന് ഉണ്ട്, അത്രേ ഉള്ളൂ. അങ്ങനെ അവര് ഇതെല്ലാം കൂടി രാഗിപ്പൊടിച്ചു, ഒലക്ക രാഗിപ്പൊടിച്ചിട്ട് കടലിൽ കളഞ്ഞു. ഈ പൊടിയെല്ലാം സമന്തപഞ്ചക തീർത്ഥക്കരിയിൽ അറ്റം കൂർത്ത ഏരകപ്പുല്ലുകളായിട്ട് കിളുത്ത് നിൽക്കുന്നു. മിച്ചമുണ്ടായിരുന്ന കഷ്ണം വെള്ളത്തിലെറിഞ്ഞത് അത് ഒരു മത്സ്യം വിഴുകി മത്സ്യത്തെ മുക്കുവൻ പിടിച്ച് മുക്കുവൻ അതിനെ ജര എന്ന വേടന് കൊടുത്തു. ജരയോ ഇതൊരു അസ്ത്രത്തിൻ്റെ അറ്റമാക്കി പിടിപ്പിച്ചിട്ട് അത് ഇടയ്ക്കിടയ്ക്ക് മൊന കൂർപ്പിച്ച് ഇരുന്നു എന്നാണ്. എന്നുവെച്ചാൽ എന്തായി? ദ്വാരകയുടെ നാശത്തിനുള്ള അരങ്ങ് ഒരുങ്ങി. ദ്വാരകയിൽ ദുർനിമിത്തങ്ങൾ കാണാൻ തുടങ്ങി. വസുദേവര് നാരദ മഹർഷിയോട് അവിടെ വന്നപ്പോൾ ദുർനിമിത്തങ്ങളുടെ കാരണം ചോദിച്ചു. അപ്പോഴാണ് പറഞ്ഞത്, ഉണ്ടായ എല്ലാത്തിനും നാശമുണ്ട്. നമ്മൾ പറഞ്ഞതാണ്, പ്രപഞ്ചത്തിന് 6 ഭാവങ്ങളുണ്ട്: ജനിക്കുക, വളരുക, മാറ്റം വരിക, നിലനിൽക്കുക, തളരുക, നശിക്കുക. ഇതെല്ലാത്തിനും ഉണ്ട്. സാധാരണഗതിയിൽ നമ്മളെന്ത് പറയും? ഉണ്ടായി നിലനിന്ന് നശിക്കുന്നതാണ് പ്രപഞ്ചം. നമ്മൾ ശാസ്ത്രം പഠിച്ചുകൊണ്ട് അങ്ങനെ പറയണം, 6 ഭാവങ്ങളുണ്ട്. ഇത് മനുഷ്യർക്കും ഉണ്ട്. അപ്പം അതുകൊണ്ട് ഉണ്ടായതെല്ലാം നശിക്കും, ഉള്ള വസ്തു അതുപോലെ നിലനിൽക്കും. അതുകൊണ്ട് ഭാഗവതത്തെ ആശ്രയിക്കൂ, ഭഗവാനെ ആശ്രയിക്കൂ എന്ന് നാരദൻ പറഞ്ഞു. അപ്പൊ എന്താണ് ഭാഗവത ധർമ്മം എന്ന് ചോദിക്കുകയായി ആര്? വസുദേവര് നാരദനോട്. അപ്പോഴാണ് നാരദൻ എന്ത് പറഞ്ഞത്? എന്നാ ഞാനൊരു കഥ പറഞ്ഞു തരാം. നിമി എന്ന രാജാവും നവയോഗികളും തമ്മിലുള്ള ചർച്ചയാണ്. നിമി രാജാവ് സൂര്യവംശത്തിലെ രാജാവാണ്. അദ്ദേഹത്തിന്റെ കൊട്ടാരത്തിൽ നവയോഗികൾ എന്ന് പറയുന്ന 9 പേര് വന്നു. അവർക്ക് നവയോഗികൾ പറഞ്ഞത്, നിമിക്ക് പറഞ്ഞു കൊടുത്തത് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാം. അങ്ങനെയാണ് നിമി നവയോഗി സംവാദം എന്ന ഭാഗം ഭാഗവതത്തിൽ വരിക.